നമ്മെ അഭിസംബോധനം ചെയ്യുന്ന ബഹുമാന്യനായ ഡോക്ടർ മോയിൻ ഹുദവി മലയമ്മക്ക് ഇമാദ് കമ്മിറ്റിയുടെ ഇമാദ് ദുബായ് ചാപ്റ്ററിൻ്റെ ഷാൾ അണിയിക്കുകയാണ്. സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി പ്രസിഡന്റ് ബഹുമാന്യനായ ജാബിർ ഹുദവിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് MIC ദുബായ് ചാപ്റ്റർ കമ്മിറ്റിയും കാസർഗോഡ് ജില്ലാ SKSSF കമ്മിറ്റിയും ഇമാദ് ദുബായ് ചാപ്റ്ററും സംയുക്തമായിട്ടാണ്. ഈ പരിപാടിയിലേക്ക് എത്തിയ മുഴുവൻ ആളുകളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ ലോകത്ത് വിദ്യാഭ്യാസ വിപ്ലവം കൊണ്ട് അത്ഭുതങ്ങളുടെ കലവറ തീർത്ത് മലയാള മണ്ണിൽ തലയെടുപ്പോടെ തല ഉയർത്തി നിൽക്കുന്ന ദാറുൽ ഹുദയുടെ മുത്ത് ബഹുമാന്യനായ ഡോക്ടർ മോയിൻ ഹുദവി മലയമ്മ ഷെയ്ഖുന ഷഹീദെ മില്ലത്ത് CM ഉസ്താദിൻ്റെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. CM ഉസ്താദിൻ്റെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ 10 വർഷത്തിന് ശേഷം ഒരു വലിയ പ്രതിഭ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ചെയ്ത സുഹൃതങ്ങളുടെ സൗരഭ്യം നമ്മളിപ്പോഴും ഈ ഒരു പ്രോഗ്രാമിൽ തുടക്കം മുതലേ ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഇമാം ബൂസൂരി റഹിമഹുള്ളയുടെ വിഖ്യാതമായ ബുർദയുടെ വരികളിലൂടെ തുടക്കം കുറിക്കപ്പെട്ട ഈ ഒരു പ്രോഗ്രാം ശരിക്കും ഉസ്താദിൻ്റെ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധി വന്നപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് ഉസ്താദ് സെലക്ട് ചെയ്ത ബുർദ വ്യാഖ്യാനം എന്ന ഒരു വലിയ ഉസ്താദ് ഒരു പരിഹാരമായി കണ്ട ഒരു ചിന്തയെ നമ്മൾ വീണ്ടും ഓർത്തു തുടങ്ങുകയായിരുന്നു അതിലൂടെ. അതിനുശേഷം നടന്ന അനുമോദനങ്ങൾ ഉസ്താദിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വലിയൊരു മെസ്സേജാണ്. കൊച്ചുകുട്ടികളെപ്പോലും വളർത്തിക്കൊണ്ടുവരാൻ ഒരു 75 വയസ്സായ സന്ദർഭത്തിൽ പോലും ഒരു 20കാരൻ്റെ ത്രസിപ്പോടുകൂടി ഓടി നടന്ന ഉസ്താദിനെ ഇൻഷാ അല്ലാഹ് നേരത്തെ ഉദ്ഘാടന ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഉസ്താദ് കൊളുത്തിയ ഓരോ ദീപങ്ങളെയും നമ്മളറിയാതെ നമ്മുടെ മനസ്സിൽ കൂടുതൽ വെളിച്ചത്തോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഓരോ അടയാളങ്ങളാണ് ഉസ്താദിനെ കുറിച്ചുള്ള സ്മരണയുടെ സംഗമത്തിലും നമ്മൾ സാക്ഷിയാകുന്നത് എന്നത് വളരെ സന്തോഷദായകമായൊരു കാര്യമാണ്. ഏതായിരുന്നാലും ഈ ഒരു സംഗമത്തിൽ നേരത്തെ ഉസ്താദിൻ്റെ ഒരു ഡോക്യുമെൻ്ററി നമ്മൾ കണ്ടപ്പോൾ അറിയാതെ ഹൃദയം തപിക്കുകയാണ്, കണ്ണുനീർ അറിയാതെ വന്നു പോകുന്നു. ആ ഒരു മുഖം കേരള ചരിത്രത്തിൽ ഇത്രമാത്രം തൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ട്, തൻ്റെ ചിന്തകളെ കൊണ്ട്, തൻ്റെ എഴുത്തുകളെ കൊണ്ട് വളരെ ശ്രദ്ധിക്കപ്പെട്ട 1970-കൾക്ക് 60-കൾക്ക് ശേഷം കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ നിരയിൽ നിന്ന് വളരെ സജീവമായി പ്രവർത്തിച്ച ഒരു പണ്ഡിതൻ. നമ്മൾ ഉസ്താദിനെ സ്മരിക്കേണ്ടത്
കർമ്മങ്ങളിലൂടെയാണ്. ഒരുപക്ഷെ ഉസ്താദിനെ പല നിലക്ക് നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കാറുണ്ട്. 10 വർഷത്തിന് ശേഷവും നമ്മൾ ഉസ്താദിനെ വളരെ സജീവമായി അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നു. ഉസ്താദ് സമൂഹത്തിന് നൽകുന്നൊരു മെസ്സേജ് അത് ആക്ടിവിസം എന്നുള്ളതാണ്. നിരന്തരമായ പ്രവർത്തനം. ഒരു സമൂഹത്തെ നിർമ്മിച്ച് വളർത്തിക്കൊണ്ടുവരാൻ ഏതൊക്കെ അർത്ഥത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ ആ മേഖലകൾ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഉസ്താദ് മുന്നോട്ട് വെച്ചിരുന്ന ഏറ്റവും വലിയൊരാശയം. ഒരു ബഹുമുഖ വ്യക്തിത്വം. നമ്മൾ സാധാരണ ഒരു വേഴ്സറ്റൈൽ ജീനിയസ് എന്ന് പറയാറുണ്ട്. എല്ലാ മേഖലകളിലും കൈവച്ച ഒരു വലിയ പ്രതിഭ. ശരിക്കും ഉസ്താദിൻ്റെ ഒരു അനുസ്മരണ പരിപാടി 10 വർഷത്തിന് ശേഷം നമ്മൾ സംഗമിക്കുമ്പോഴും ഇത്രമാത്രം നിറഞ്ഞൊരു സദസ്സിൽ ഉസ്താദിൻ്റെ സ്വപ്നങ്ങളെ മനസ്സിലേറ്റിയ ഒരു വലിയ ജനസമൂഹം ഈ ഒരു പ്രവാസ ലോകത്ത് ഒരുമിച്ച് കൂടുമ്പോൾ വലിയൊരു സന്തോഷം. ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങളാണ്, ഉസ്താദിൽ അർപ്പിച്ച ഒരു വിശ്വാസമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. ഒരിക്കലും ഇവിടുത്തെ കോടതിയുടെ പക്ഷത്ത് നിന്ന് അതല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളുടെ പക്ഷത്തിൽ നിന്നൊരു പക്ഷെ ഒരു നീതി ലഭിച്ചില്ലെങ്കിലും നമ്മുടെ മനസ്സ് 100% ഉസ്താദിനെ ബോധ്യപ്പെട്ടവരാണ്. നമുക്കറിയാം ഉസ്താദ് ആരായിരുന്നുവെന്ന്, ഉസ്താദ് ഇവിടെ ചെയ്തത് എന്തായിരുന്നുവെന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ഞാനൊരു 3 വർഷമാണ് ഉസ്താദിനെ അനുഭവിച്ചതെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം സ്വാധീനിച്ച ഒരു 3 ഉസ്താദുമാരെ എന്നോട് ചോദിച്ചാൽ അതിൽ എണ്ണുന്ന ഒരാളാണ് CM അബ്ദുള്ള മൗലവി, പ്രിയപ്പെട്ട CM ഉസ്താദ്. ഞാൻ ശരിക്കും ഉസ്താദിനെ ദാറുൽ ഹുദയിൽ പഠിക്കുന്ന സമയത്ത് മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ഇടയ്ക്കിടെ ഉസ്താദിനെ അനുസ്മരിക്കാറുണ്ടായിരുന്നു. കാസർഗോഡിനെ പരാമർശിക്കുമ്പോഴേക്ക് ചെമ്പരിക്ക കാളിയെ ഉസ്താദ് ക്ലാസ് റൂമിൽ വെച്ച് അനുസ്മരിക്കാറുണ്ട്. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ ഉസ്താദിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിവുകളില്ല. പിന്നീട് ഒരു അത്ഭുതം എന്നോണം വലിയൊരു നേട്ടമായി ഞാൻ ഇന്നും ഓർക്കുന്നത് ദാറുഹുദയുടെ പഠനത്തിന് ശേഷം ജോലി ആവശ്യാർത്ഥം ഞാൻ നിയമിക്കപ്പെടുന്നത് കാസർഗോഡ് MIC-യിലേക്കാണ്. എൻ്റെ ജീവിതത്തിലെ വലിയൊരു മാറ്റം, അതല്ലെങ്കിൽ വലിയൊരു നേട്ടമായിട്ട് ഈ ഒരു നിയോഗം എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. അന്നാദ്യമായിട്ട് എഴുതി തുടങ്ങുന്നൊരു സമയം ഒരുപാട് കേരളത്തിലെ പ്രമുഖരായ പണ്ഡിതന്മാരെ ഇൻ്റർവ്യൂ നടത്തി കേരളത്തിലെ സുന്നി മാഗസിനുകളിൽ പബ്ലിഷ് ചെയ്തുകൊണ്ട് അത് വലിയൊരു ആഗ്രഹമായിട്ട് പണ്ഡിതന്മാരെ കുറിച്ചുള്ള സ്മരണകൾ, ചിന്തകൾ സമൂഹം അറിയാൻ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി വലിയൊരു ആഗ്രഹമായിട്ട് കൊണ്ടു നടന്നിരുന്ന കാലം MIC-യിലെത്തി ഇത് CM ഉസ്താദിൻ്റെ സ്ഥാപനമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വലിയൊരു സന്തോഷം. ഉസ്താദിനെ ഒന്ന് നേരിട്ട് കാണണം. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായി മൻസൂർ കളനാട്, നിങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്, ഇപ്പോൾ നാട്ടിലാണ്, ഒരു വിദ്യാർത്ഥിയാണെങ്കിലും ഒരു സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തോടൊപ്പമാണ് ആദ്യമായിട്ട് ഉസ്താദിനെ പോയി കാണുന്നത്. എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഉസ്താദിനെ ഒരു ഇൻ്റർവ്യൂ നടത്തണം, അത് ഏതെങ്കിലും ഒരു മാഗസിനിൽ പബ്ലിഷ് ചെയ്യണം. ആദ്യമായിട്ട് ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഉസ്താദിനെ നമുക്കറിയാം, നമ്മുടെ ഈ നേരത്തെ ഈ ഒരു സദസ്സ് തന്നെ കാണിച്ചതുപോലെ എഴുത്തുകാരെ അല്ലെങ്കിൽ വായിക്കുന്നവരെ, പ്രവർത്തിക്കുന്നവരെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വളരെ വലിയ താല്പര്യമുള്ള ആളായിരുന്നു CM ഉസ്താദ്. ഞാൻ ഈ ഒരു മേഖലയിൽ ഉള്ള ആളാണ് എന്നറിഞ്ഞപ്പോൾ വലിയ സ്വീകരണം ഉസ്താദ് സ്വീകരിച്ച് ഉസ്താദിൻ്റെ സംസാരങ്ങൾ ആ അർത്ഥത്തിൽ വിവിധ തലങ്ങളിലേക്ക് നീണ്ടുപോകുന്നു. വളരെ ചുരുങ്ങിയ സമയത്ത് തന്നെ ഇതൊരു സാധാരണ മനുഷ്യനല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഉസ്താദിൻ്റെ ഒരു ചിന്താലോകം അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ച് സംസാരം തുടങ്ങി. ഇതൊരു കാസർഗോഡിനെ കുറിച്ച് വലിയൊരു ലേഖനത്തിൻ്റെ സീരീസായി മാറ്റണമെന്ന് മനസ്സിലാഗ്രഹിച്ചു. വീണ്ടും സംസാരിച്ചപ്പോൾ ശരിക്കും ഉസ്താദ് സംസാരിക്കുന്നത് ഒരു വ്യക്തിത്വത്തെക്കുറിച്ചല്ല, ഒരു വ്യക്തി അനുഭവങ്ങളെക്കുറിച്ചല്ല, മറിച്ച് ഉസ്താദ് സംസാരിക്കുന്നത് ഒരു നാടിൻ്റെ ചരിത്രമാണ്. ഉസ്താദിൻ്റെ ചരിത്രം, ഉസ്താദ് എന്ന് പറയുന്നത് അതൊരു പ്രസ്ഥാനമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഉസ്താദ് സംസാരിക്കുന്നത് ഒരു നാടിൻ്റെ വിദ്യാഭ്യാസ നവോത്ഥാനത്തിൻ്റെ ചരിത്രമാണ്. ശരിക്കും ആ ആദ്യ
ഇൻ്റർവ്യൂവിനുള്ള ഉസ്താദിനുമായിട്ടുള്ള ആ ഒരു സംഭാഷണമാണ് കാസർഗോഡ് മുസ്ലിം ചരിത്രം എന്ന് പറയുന്ന 500ഓളം പേജുള്ള ഒരു പുസ്തകമായിട്ട് രൂപപ്പെടുന്നുള്ളത് എന്നത് ഒരു വസ്തുതയാണ്. CM ഉസ്താദിനെ കുറിച്ച് ഞാൻ പിന്നീട് എഴുതിയ CM അബ്ദുള്ള മൗലവി ഉത്തര മലബാറിൻ്റെ നവോത്ഥാന നായകൻ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഈ ഒരു സംഭവം ഞാൻ പറയുന്നുണ്ട്. ആ ഒരു സംസാരം അത്രമാത്രം ചരിത്രബോധമുള്ള നിർമ്മാണാത്മകമായ ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാൻ ഏതൊക്കെ അർത്ഥത്തിൽ പ്രവർത്തിക്കാൻ പറ്റുമോ അതിൻ്റെയൊക്കെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച ഒരു ഉസ്താദിനെയാണ് ആദ്യ സംസാരത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിയുന്നത്. അവിടെ നിന്നിങ്ങോട്ട് ഉസ്താദിൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും വളരെ കൗതുകത്തോടെ വളരെ ആവേശത്തോടെ അടുത്തറിയാനും വളരെ ചുരുങ്ങിയ കാലമാണെങ്കിലും ഉസ്താദിനോടൊപ്പം നിൽക്കാനും വലിയൊരു ഭാഗ്യം ലഭിച്ചു. ഈ ഒരു സമയത്തൊക്കെ ഉസ്താദ് നിരന്തരം പറയാൻ ആഗ്രഹിച്ചിരുന്നത് വിദ്യാഭ്യാസം എന്നുള്ളതായിരുന്നു. ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനായിട്ട് അറിയപ്പെടാൻ പോലുമാണ് ശരിക്കും ഉസ്താദിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ടാവണം ഉസ്താദിൻ്റെ ആത്മകഥക്ക് ഉസ്താദ് തന്നെ പേര് നൽകിയത് എൻ്റെ കഥ വിദ്യാഭ്യാസത്തിൻ്റെയും. ശരിക്കും ഉത്തര മലബാറിൻ്റെ വിദ്യാഭ്യാസ നവോത്ഥാന ചരിത്രത്തിലെ ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം, നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു. അത്രമാത്രം ആഴത്തിലുള്ള ആ ഒരു അർത്ഥത്തിൽ ഉസ്താദിനെ തിരിച്ചറിയാനും നിരന്തരം സമൂഹത്തിലേക്ക് ആ ചിന്തയെ കൊണ്ട് എത്തിച്ചു കൊടുക്കാനും ആ അർത്ഥത്തിൽ പഠനങ്ങൾ നടക്കാനും ഗവേഷണങ്ങൾ നടത്താനുമുള്ള സംരംഭങ്ങൾ നമ്മുടെ മുമ്പിൽ തീർച്ചയായിട്ടും ഉയർന്നു വരേണ്ടതുണ്ട്. നമുക്കറിയാം ഇമാം ഗസാലി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥാംശങ്ങൾ നിറഞ്ഞ അൽ മുൻഖിദു മിനൽ ളലാൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം രചിക്കുന്നുണ്ട്. ചരിത്രത്തിൽ ഇതുപോലെ ഒരുപാട് പണ്ഡിതന്മാരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇമാം ഷഹറാനി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ കിതാബുൽ മിനൻ തൻ്റെ ആത്മകഥാംശങ്ങൾ നിറഞ്ഞ ഒരു വലിയ ഗ്രന്ഥമാണ്. ഇമാം സുഹൈയൂത്ത് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അത്തഹദ്ദുസു ബി നിഅമത്തില്ലാഹ് അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശങ്ങൾ നിറഞ്ഞ ഒരു വലിയ ഗ്രന്ഥമാണ്. തൻ്റെ പ്രവർത്തന പാതയിൽ സമൂഹത്തിന് വലിയ പാഠങ്ങൾ നൽകുന്ന ലോകത്ത് കഴിഞ്ഞുപോയ വലിയ ചിന്തകന്മാരും എഴുത്തുകാരും ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരും തങ്ങളുടെ ചിന്തകളെ പ്രവർത്തന ഗോതയെ സമൂഹത്തിന് പരിചയപ്പെടുത്താൻ ഇത്തരം ശ്രമങ്ങൾ നടത്തിയതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സാധാരണ പണ്ഡിതൻ എന്നുള്ളതിലപ്പുറത്തേക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു സമൂഹത്തെ നിർമ്മിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഏതൊക്കെ തലത്തിൽ പ്രവർത്തിക്കാൻ പറ്റുമോ, ഒരു സമൂഹം വളർന്നു വരുന്നതിന് എവിടെയൊക്കെയാണോ പ്രോബ്ലംസ് ഉള്ളത് അത് തിരിച്ചറിഞ്ഞ് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഉസ്താദിനെയാണ് നമ്മൾ ജീവിതകാലം മൊത്തം കാണാൻ സാധിക്കുന്നത്. ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഉസ്താദിൻ്റെ കുടുംബപരമായിട്ടുള്ള ഒരു പണ്ഡിത പാരമ്പര്യം, കാസർഗോഡിൻ്റെ വൈജ്ഞാനികമായിട്ടുള്ള ഒരു പണ്ഡിത പാരമ്പര്യം, ഇത് രണ്ടിൻ്റെയും ഇടയിൽ നിന്ന് ഈ ഒരു 20-ാം നൂറ്റാണ്ടിൽ ഒരു പുതിയ ലോകത്തെ അഭിമുഖീകരിക്കുന്ന ഒരു സമൂഹത്തിന് ഉസ്താദ് നൽകിയ വലിയ ചിന്തകളായിരുന്നു തൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. നമുക്കറിയാം, ഉസ്താദുമായിട്ട് അടുത്തിടപെടുമ്പോൾ ഏത് സന്ദർഭത്തിലാണെങ്കിലും ഉസ്താദിൻ്റെ സംസാരം ഈ വിദ്യാഭ്യാസ ചിന്തയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമായിരുന്നു. അതിലപ്പുറം നമ്മുടെ കുടുംബപരമായിട്ടുള്ള അതല്ലെങ്കിൽ കാഷ്വൽ സംസാരങ്ങൾ വളരെ ചെറിയ നിലക്കുണ്ടാകും. പക്ഷെ അതിലപ്പുറത്തേക്ക് ഏത് പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലാണെങ്കിലും പുഞ്ചിരിച്ചു കൊണ്ട് ഉസ്താദ് സംസാരിക്കുക ഇത്തരം കാര്യങ്ങളാണ്. ഞാൻ ഓർത്തു പോകുന്നു, ഉസ്താദ് മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്ന സന്ദർഭത്തിൽ ഉസ്താദിനെ അവിടെ പോയി ചെന്ന് കാണാൻ അവസരമുണ്ടായി. ഉസ്താദ് ഏതൊരു വ്യക്തിയെ മുന്നിൽ കാണുന്നുവോ അവരുടെ സൈക്കോളജി വെച്ചുകൊണ്ടാണ് ഉസ്താദ് സംസാരിക്കുക. കർമ്മശാസ്ത്രത്തിൽ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഉസ്താദിൻ്റെ സംസാരം ആ തലത്തിലായിരിക്കും. ചരിത്രത്തിൽ താല്പര്യമുള്ള ഒരാളാണ് എങ്കിൽ ഉസ്താദിൻ്റെ സംസാരം അത്തരം കാര്യങ്ങളെക്കുറിച്ചായിരിക്കും. സത്യം പറഞ്ഞാൽ മംഗലാപുരം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന ഉസ്താദിൻ്റെ അടുത്തേക്ക് പ്രവേശനം എല്ലാ ആളുകൾക്കും അനുവദിക്കപ്പെട്ടിരുന്നില്ല. പക്ഷെ ഞങ്ങൾ പുറത്തു വന്നപ്പോൾ ഉസ്താദിനെ അടുത്തു പോയി കാണാൻ നമ്മൾ വിവരമറിയിച്ചപ്പോൾ ഉസ്താദ് ക്ഷണിച്ചു.
ഉസ്താദിൻ്റെ അടുത്ത് ചെന്നിരുന്ന് സംസാരം തുടങ്ങി. അത് കുറേ നേരം കേരള മുസ്ലിങ്ങളെക്കുറിച്ച്, അവരുടെ ഉൽപ്പത്തിയെക്കുറിച്ച്, സത്യത്തിൽ ആ ഒരു സമയത്ത് ഉസ്താദിൻ്റെ രോഗം വരുന്നതിൻ്റെ മുമ്പ് ഉസ്താദ് ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു വിഷയത്തിൻ്റെ തുടർച്ച അവിടെ നമ്മളെ കണ്ടുമുട്ടുമ്പോൾ ഉസ്താദ് അതിൻ്റെ തുടർച്ചകളാണ് ഹോസ്പിറ്റലിൽ ഇരുന്ന് സംസാരിക്കുന്നത്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന കേരള മുസ്ലിങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് ഏറ്റവും ആദ്യമായിട്ട് രചിക്കപ്പെടുന്ന വളരെ മനോഹരമായ ഒരു രചനയുണ്ട്. ഈ രചനയിൽ അദ്ദേഹം ഒരു പരാമർശം നടത്തുന്നുണ്ട്. കേരളത്തിൽ മാലിക് ദീനാർ പണ്ഡിതന്മാരുടെ കടന്നുവരവോടെയാണ് ഇസ്ലാം കേരളത്തിൽ എത്തുന്നത് എന്നുള്ള ഒരു ചർച്ചയെ പറഞ്ഞുകൊണ്ട് ജനങ്ങളിത് ആഴത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും, പ്രവാചകരുടെ കാലത്താണ് നടന്നത് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇതിന് പ്രത്യേകമായി തെളിവുകളൊന്നുമില്ല. അതുകൊണ്ട് ഇതൊരു പക്ഷേ 200 വർഷത്തിന് ശേഷമാവാനാണ് സാധ്യത എന്നുള്ള ഒരു പരാമർശം മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഇത് ചരിത്രകാരന്മാർക്കിടയിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. MGS പോലെയുള്ള ചരിത്രകാരന്മാർ ഇത് വെച്ചുകൊണ്ടും മറ്റു പല പഠനങ്ങൾ നടത്തി പ്രവാചകരുടെ കാലത്തല്ല ഇസ്ലാം എത്തിയത്, 200 വർഷത്തിന് ശേഷമാണ് എന്നുള്ള വലിയൊരു ചർച്ച തന്നെ വരുന്നുണ്ട്. പക്ഷെ ഉസ്താദ് ആ കിടക്കയിൽ കിടന്നുകൊണ്ട് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം ഉപയോഗിച്ചൊരു പ്രയോഗം, അറബിയിൽ ആ ഒരു പ്രയോഗം കെട്ടടിച്ചുകൊണ്ട് ഈ അർത്ഥത്തിൽ ഇതിനെ അർത്ഥം വെച്ചാൽ ഇത് അദ്ദേഹത്തിൻ്റെ വലിയൊരു തീരുമാനം പോലെ, അതല്ലെങ്കിൽ ഒരു ഉറച്ച നിലക്ക് 200 വർഷത്തിന് ശേഷം മാത്രമാണ് ഇസ്ലാം എത്തിയത് എന്ന് ഒരിക്കലും ഇത് വെച്ച് അർത്ഥം വെക്കാൻ സാധിക്കില്ല എന്ന് ഉസ്താദ് അവിടെ വെച്ച് വിശദീകരിച്ച് തരികയാണ്. ഞാൻ പറയുന്നത്, ഏത് സന്ദർഭങ്ങളിലും എഴുത്തിനെക്കുറിച്ച്, ചിന്തയെക്കുറിച്ച്, ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു ഉസ്താദ് മരിക്കുന്നതിൻ്റെ, ഞാൻ JNU പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, ലീവിന് നാട്ടിൽ വന്ന സമയത്തിൽ മരിക്കുന്നതിൻ്റെ 2 മാസം മുമ്പ് ഞാൻ MIC-യിലെത്തി. പക്ഷേ ഉസ്താദ് അവിടെ ഇല്ല. ഞാൻ വിളിച്ച സമയത്ത് വീട്ടിലാണ്. ഉസ്താദിനെ പോയി സന്ദർശിച്ചു, കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. ഉസ്താദ് പറഞ്ഞു, പുറത്തു പോകരുതെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്, വലിയ പ്രോഗ്രാമിനൊന്നും ഞാൻ പോകുന്നില്ല, അതുകൊണ്ട് നല്ല സമയം ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ ഷെൽഫിൽ നിന്നും എഴുതിക്കൊണ്ടിരുന്നൊരു പുസ്തകത്തിൻ്റെ കുറച്ച് പേജുകൾ എടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പം ഞാൻ തർജുമത്തുൽ മുഅല്ലിഫ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലെ ഓരോ കാര്യങ്ങളിങ്ങനെ പുറത്തെടുത്തുകൊണ്ട് സംസാരിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ചില ഉസ്താദിൻ്റെ സ്വപ്നങ്ങളും എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളും ഷെയർ ചെയ്തു. ശരിക്കും അവസാന നിമിഷം വരെ ഉസ്താദിൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി, ഉസ്താദിൻ്റെ ആ ഒരു നിർമ്മാണാത്മകമായ മനസ്സ്, അത് ചലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്, നമ്മുടെ കൂട്ടത്തിൽ പ്രായം ചെന്ന പലരും ഉണ്ടായിരിക്കും, അവർക്കപ്പുറം നമ്മുടെ ഈ ഒരു പുതിയ തലമുറക്ക് ഉസ്താദിനെ കാണാൻ സാധിച്ചിട്ടുള്ളത് 2000-ന് ശേഷം, അല്ലെങ്കിൽ 1990-ന് ശേഷമുള്ള ശാന്തനായൊരു ഉസ്താദിനെയാണ്. സഅദിയ നഷ്ടത്തിന് ശേഷം പുതിയൊരു നിർമ്മാണ ചിന്തയിലേക്ക് മാത്രം മനസ്സുവെച്ച് തൻ്റെ വലിയൊരു നഷ്ടത്തെ മനസ്സിൽ വലിയ വേദനയോടെ ഓർക്കുന്ന, എന്നാൽ തൻ്റെ ക്രിയേറ്റിവിറ്റിയെ, തൻ്റെ ഈ ഒരു നിർമ്മാണാത്മകമായ രചനാപരമായ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വലിയ നിലക്ക് ഇടപെടാത്ത ഒരു ഉസ്താദിനെയാണ് ഒരുപക്ഷെ നമുക്കൊക്കെ പരിചയമുണ്ടായിരിക്കുക. ഈ അർത്ഥത്തിൽ ഉസ്താദിനെ കാണുമ്പോൾ, ഉസ്താദ് ആ സമയത്തും വലിയ പ്രവർത്തന ലോകങ്ങളുമായിട്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ കൂടി ഉസ്താദിൻ്റെ ഒരു സജീവമായ 1960 മുതൽ
1990 വരെയുള്ള ഒരു 10-30 വർഷം ശരിക്കും ഉസ്താദിൻ്റെ ജീവിതത്തിലെ ഒരു ചിന്തകൻ്റെ, ഒരു വലിയ പ്രവർത്തകൻ്റെ, ഒരു വിദ്യാഭ്യാസ നവോത്ഥാന നായകൻ്റെ രൂപീകരണ, അതിൻ്റെ ഒരു പ്രകാശന ഘട്ടം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഉസ്താദിൻ്റെ ജീവിതത്തെ നമുക്ക് 3ആയിട്ട് പകുക്കുകയാണെങ്കിൽ, ഒന്ന് ഉസ്താദിൻ്റെ ആ ഒരു വളർച്ചയുടെ ആ ഒരു രൂപീകരണ ഘട്ടം 1960-65 വരെയുള്ളൊരു സന്ദർഭം. ഉസ്താദിൻ്റെ നിർമ്മാണാത്മകമായ ചിന്തയുടെ ഒരു ഘട്ടം 1965 മുതൽ 1990 വരെയുള്ള ഒരു സന്ദർഭം. അതിനുശേഷം ഉസ്താദിൻ്റെ ഒരു വിശ്രമ കാലഘട്ടമാണ് ശരിക്കും 90 മുതൽ 2010 വരെയുള്ളത്. ഈ വിശ്രമ കാലഘട്ടത്തിനിടയിലുള്ള ഉസ്താദിന് മാത്രമേ ഒരുപക്ഷെ നമുക്ക് പരിചയമുണ്ടാവുകയുള്ളൂ. ഉസ്താദിൻ്റെ ആ ഒരു ചിന്താപരമായിട്ടുള്ള നിർമ്മാണാത്മകമായ ആ ഒരു ഘട്ടം 65-70 മുതൽ 90 വരെയുള്ളൊരു ഘട്ടത്തിലെ ഉസ്താദിനെ നമ്മളൊന്ന് ഇഴകീറി പരിശോധിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ഉസ്താദിൻ്റെ ചിന്തകൾ കടന്നുപോയ വഴി അത്രമാത്രം ആഴങ്ങളിലേക്കായിരുന്നു. നമ്മൾ ഉസ്താദിനെ ഓർക്കേണ്ടത് ശരിക്കും കേരളത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെയുള്ള, അഹമ്മദ് കോയ ഷാലിയാത്തിയെ പോലെയുള്ള, സാലകത്ത് കുഞ്ഞഹമ്മദാജിയെ പോലെയുള്ള വലിയ ചിന്താ ഗോപുരങ്ങൾ, അവരുടെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടാണ് ശരിക്കും ഉസ്താദിനെ നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കുന്നത്. ഉസ്താദിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു കാലഘട്ടം മാത്രം വെച്ച് നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. പക്ഷേ ഉസ്താദ് ഒരു ഒറ്റയാനായിരുന്നു എന്നതാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്. ഉസ്താദിൻ്റെ ലൈഫ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഉസ്താദിൻ്റെ ചിന്തയ്ക്ക് സപ്പോർട്ട് നൽകാനും അതിനൊരു ബൗദ്ധികമായ ഒരു പിന്തുണ നൽകാനും ഒരു കൂടെ പ്രവർത്തിക്കുന്നവനെ പലപ്പോഴും കിട്ടാതെ പോയതിൻ്റെ ഒരു ചരിത്രാനുഭവം ആ ലൈഫിലൂടെ മൊത്തം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എവിടെയും ഒരു നവോത്ഥാനം, ഒരു മാറ്റമുണ്ടാകുന്നത് പലപ്പോഴും മുന്നിൽ നടക്കുന്ന ഒരു വലിയ മനുഷ്യൻ, അതോടൊപ്പമുള്ളൊരു ബൗദ്ധികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു ഗ്യാങ്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിൻ്റെയൊക്കെ ഒരു ഹിസ്റ്ററി എടുത്ത് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. എം ബഷീർ മുസ്ലിയാരെ പോലെയുള്ളവർ, ചിന്ത കൊണ്ട് ഇതിന് സപ്പോർട്ട് നൽകുന്ന ആളുകൾ, ഹൈദ്രോസ് മുസ്ലിയാരെ പോലെ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തനങ്ങളിലൂടെ സപ്പോർട്ട് നൽകുന്നവർ, അതിന് മറ്റു വഴികളൊരുക്കുന്ന യു ബാപ്പുട്ടി ഹാജിയെ പോലെയുള്ളവർ, അതിൻ്റെ പ്രായോഗിക തലത്തെക്കുറിച്ച് ആധുനികമായ സംവിധാനങ്ങളോടെ കുറിച്ച് ചിന്തിക്കുന്ന മഹാനായ ബഹാഉദ്ദീൻ ഉസ്താദിനെ പോലെയുള്ളവർ, ഇതിന് പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യതക്ക് ഒരു പുതിയ വിദ്യാഭ്യാസ വിപ്ലവത്തിന് സമൂഹത്തിൽ സ്വീകാര്യത നൽകി കൊടുക്കാൻ ഒരു വലിയ മുഖമായി നിൽക്കുന്ന ചെർശ്ശേരി ഉസ്താദിനെ പോലെയുള്ളവർ, ഈ സംവിധാനങ്ങളും സാന്നിധ്യങ്ങളും ഒക്കെ ഒരുപോലെ ഒത്തൊരുമിച്ച് വരുമ്പോഴാണ് സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ വലിയൊരു മുന്നേറ്റമായിട്ട് ദാറുൽ ഹുദ വരുന്നത്. ശരിക്കും ഇതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ CM ഉസ്താദിൻ്റെ ചിന്തകൾ 1960 മുതൽ ഉസ്താദിൻ്റെ ബാക്കയാത്തിലേക്ക് പോയപ്പോഴും ഉസ്താദിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഉത്തര മലബാറിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന വലിയൊരു സ്വപ്നമാണ്. ആളുകൾ മൊത്തം ബാക്കയാത്തിലേക്കാണ് ഉപരിപഠനത്തിന് പോകുന്നത്. ആ സമയത്താണ് 1964 പട്ടിക്കാട് ജാമിയ നൂരിയ വരുന്നത്. പക്ഷെ അപ്പോഴും കർണാടക ഭാഗത്തുള്ളവർക്ക് കാസർഗോഡ് രൂപീകൃതമായിട്ടില്ല. 1984 കാസർഗോഡ് വരുന്നത്. ഉത്തര മലബാറിലെ ആളുകൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരു കേന്ദ്രം വേണം. അത് കേവലമായുള്ള ഒരു ട്രഡീഷണൽ സാധാരണ കേരളത്തിന് പരിചയമുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിനപ്പുറത്തേക്ക് ഒരു പുതിയ കാലത്തിൻ്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞൊരു വിദ്യാഭ്യാസ സ്ഥാപനം. അത്ഭുതമാണ്. ഉസ്താദ് 1972 സഅദിയ രൂപീകൃതമായതിന് ശേഷം അതിൻ്റെ 2ാമത്തെ വർഷം സഅദിയയുടെ ആദ്യ റിപ്പോർട്ടിൽ ഉസ്താദ് എഴുതി വെച്ച ചില വരികൾ നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. സമന്വയ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് എത്രമാത്രം ആഴത്തിലുള്ള ചിന്തകളാണ് ഉസ്താദ് അന്ന് നടത്തിയിരുന്നത് എന്ന്. ശരിക്കും കേരളത്തിലെ
വലിയ പണ്ഡിതന്മാരുടെ ചിന്തയോട് ചേർന്ന് നിന്ന് 1960കളിലും 70കളിലും ഉസ്താദ് ചിന്തിച്ചു എന്നുള്ളത് ഈ 1972 ഉസ്താദ് എഴുതി വെച്ച സഅദിയയുടെ ആദ്യ റിപ്പോർട്ടിൽ, വാർഷിക റിപ്പോർട്ടിൽ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും ആ ഒരു ചിന്തയുടെ തുടർച്ചയാണ് 1985-ൽ 86-ൽ ദാറുൽഹുദക്ക് ആ ഒരു ചിന്തയുടെ ഒരു തുടർച്ചക്ക് പോലും വഴിയൊരുങ്ങുന്നത്. ചില ഭാഗങ്ങൾ ഞാനൊന്ന് ഉസ്താദിൻ്റെ തന്നെ വാക്കുകൾ വായിക്കുമ്പോൾ അത് നമുക്കിങ്ങനെ കണ്ണ് നിറഞ്ഞു പോകും. സഅദിയ 1972-ൽ ആദ്യ വാർഷിക റിപ്പോർട്ടിൽ ഉസ്താദ് ആ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ച് ഉസ്താദ് പറയുന്നു, ഇസ്ലാമികവും ലൗകികവുമായ വിജ്ഞാനങ്ങൾ വേണ്ടത്ര കരസ്ഥമാക്കിയവരും ഇസ്ലാമിക വിശ്വാസവും അതിനോടുള്ള നിഷ്കളങ്കമായ കൂറുമുള്ളവരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശങ്ങളിൽ അടിയുറച്ചവരുമായ പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഉസ്താദ് അതിൻ്റെ സംവിധാനങ്ങളിലേക്ക് പോവുകയാണ്. ഈ ഒരു സ്ഥാപനത്തിൽ 8ാം ക്ലാസ് പൂർത്തിയാക്കി പുറത്തു വരുന്നൊരു വിദ്യാർത്ഥിയിൽ ഖുർആൻ മുഴുവനും അർത്ഥവും വ്യാഖ്യാനവും സഹിതം പഠിച്ചിരിക്കുക, പ്രധാന ഹദീസ് കിതാബുകൾ പഠിച്ചിരിക്കുക, ഷാഫി മദ്ഹബിലെ സുപ്രധാനമായ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിച്ചിരിക്കുക പോലെ ലൗകിക വിദ്യാഭ്യാസത്തിൽ പൊതുവായ കഴിവുകൾ നേടിയിരിക്കുക, ദീനിനോട് സ്നേഹവും ആദരവും ഇസ്ലാമിക ആദർശങ്ങളിൽ ഉറപ്പും ഉണ്ടായിരിക്കുക മുതലായ യോഗ്യതകൾ ആ ഒരു വിദ്യാർത്ഥിയിൽ ഉണ്ടായിരിക്കുന്നതാണ് എന്നിങ്ങനെ പറഞ്ഞ് ഖുർആൻ, ഹദീസ്, തഫ്സീർ, ഫിഖ്, നഹ്വ്, അറബി ഭാഷ, ഉറുദു, മന്തിഖ്, മആനി, ഇസ്ലാം ചരിത്രം, ഇംഗ്ലീഷ്, കണക്ക്, സയൻസ് എന്നിവ ഈ ഒരു സ്ഥാപനത്തിൽ പഠിപ്പിക്കപ്പെടും. 1971-72 ഉസ്താദ് പറയുന്നത്. ഇന്നൊരു പക്ഷേ കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ ഒരു ചിന്ത ആരംഭിക്കുന്നതിൻ്റെ 15 വർഷം മുമ്പ്, ഇതൊരു രേഖയാണ്, ഉസ്താദ് എഴുതി വെച്ച രേഖ, 15 വർഷം മുമ്പ് ഉസ്താദ് പറയുകയാണ്, ഇംഗ്ലീഷ്, സയൻസ്, കണക്ക് എന്നിവ പഠിപ്പിക്കാൻ പ്രത്യേകമായിട്ട് ആ മേഖലയിലുള്ള അധ്യാപകരെ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ഉസ്താദ് എഴുതി വയ്ക്കുന്നു. പഠന രീതി എന്ന് പറഞ്ഞ് ഉസ്താദ് എഴുതുകയാണ്, ഇസ്ലാമിക വിഷയങ്ങളെയും ആധുനിക വിജ്ഞാനങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പാഠ്യപദ്ധതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഉസ്താദ് ഉപയോഗിച്ചൊരു പദപ്രയോഗം ഇസ്ലാമിക 1972 എഴുതുകയാണ്, ഇസ്ലാമിക വിഷയങ്ങളെയും ആധുനിക വിജ്ഞാനങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പാഠ്യപദ്ധതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ സമന്വയം എന്ന ഈ ഒരു വിജ്ഞാന മതവും ഭൗതികവും അതിൻ്റെ ഒരുപാട് ചെറിയ ചിന്തകൾ പല കാലഘട്ടം നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ 1950-കൾക്ക് ശേഷം വിദ്യാഭ്യാസ മേഖലയിലെ പണ്ഡിതന്മാരുടെ ഇടപെടലുകൾക്കിടയിൽ വലിയ സ്വപ്നത്തോടെ, വലിയ പദ്ധതിയോടെ, വലിയൊരു ചിന്തയോടെ ഉസ്താദ് തുടങ്ങിയൊരു സ്വപ്നം, ആ സ്വപ്നത്തിൻ്റെ ഒരു സാക്ഷാത്കാരത്തിലേക്ക് വന്നപ്പോൾ ഉസ്താദ് എഴുതി വെച്ചതിൽ ഉപയോഗിക്കുന്ന പദം പോലും സമന്വയം 72-ൽ കൃത്യമായിട്ട് ഉസ്താദ് അടയാളപ്പെടുത്തുകയാണ്. ഇസ്ലാമിക വിഷയങ്ങളെയും ആധുനിക വിജ്ഞാനങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പാഠ്യപദ്ധതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. കാലത്തിൻ്റെ വെല്ലുവിളിയെ സധൈര്യം നേരിട്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ ശബ്ദം ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ട യോഗ്യത നേടിയെടുക്കുന്നതും വിദ്യാർത്ഥികളിൽ വിജ്ഞാന തൽപരത വളർത്തുന്നതുമായ പാഠ്യപദ്ധതിയാണ് ഇതിൽ നടപ്പിലാക്കുക എന്നിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു പോവാണ്. ഉസ്താദ് പറയാണ്, എല്ലാ ക്ലാസ്സുകളിലും ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ വിഷയങ്ങളിലേക്ക് പോകുന്നു. സ്വഭാവ സംസ്കരണം പ്രധാനമായി തിരഞ്ഞെടുക്കപ്പെട്ട കുറേ ഹദീസുകളാണ് 1ാം തരത്തിൽ പഠിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ ദാറുദാനുഭവം വെച്ചിട്ട് നോക്കുമ്പോൾ ഹുദവി സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം, 1ാം ക്ലാസ്സിൽ ഇന്നത്തെ സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനത്തിലൊക്കെ 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കപ്പെടുന്ന ഹദീസ് ഗ്രന്ഥം അഹ്സനുൽ അഖ്ലാഖ് എന്ന അവരുടെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടി മാത്രം സെലക്ട് ചെയ്ത ഹദീസുകളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഉള്ള അഹ്സനുൽ അഖ്ലാഖ്. ഉസ്താദ് പറയുന്ന പദം സ്വഭാവ സംസ്കരണം പ്രധാനമായ തിരഞ്ഞെടുക്കപ്പെട്ട ഹദീസുകളാണ് 1ാം തരത്തിൽ പഠിപ്പിക്കുന്നത്. 15 വർഷം മുമ്പ് ഉസ്താദ് പറയുന്നതിൻ്റെ ശരിക്കും അതിൻ്റെ ഒരു സാക്ഷാത്കാരം 15 വർഷത്തിന് ശേഷം നടത്തപ്പെടുകയാണ്. പിന്നീട് പറയുന്നു, ഹദീസിൻ്റെയും തസവൂഫിൻ്റെയും ഫലങ്ങൾ ഒപ്പം ലഭ്യമാകണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വാഫി സിസ്റ്റത്തിൽ കാണാം, തസവൂഫ് ആദ്യ ക്ലാസ്സുകളിൽ തസവൂഫ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ വിഷയം വേണ്ട എന്ന് വിചാരിച്ച് അവർ ഹദീസ് ഗ്രന്ഥത്തെ തന്നെ തസവൂഫിൻ്റെ ആശയം കൂടി ഉൾക്കൊള്ളാൻ വേണ്ടി ആ അർത്ഥത്തിൽ ഹദീസുകളെ സമാഹരിച്ചുകൊണ്ട് ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. ലക്ഷ്യം
സംസ്കരണം, തസൂഫ് കിട്ടാൻ വേണ്ടി. ഉസ്താദ് രണ്ടാമത്തെ സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചതാണ്. ഉസ്താദ് രണ്ടാമത്തെ സെൻറ്റൻസിൽ പറയുന്നു, ഹദീസിൻ്റെയും തസൂഫിൻ്റെയും ഫലങ്ങൾ ഒപ്പം ലഭിക്കണമെന്ന ലക്ഷ്യം കൊണ്ടാണ് ഇങ്ങനെ ചില ഹദീസുകൾ മാത്രം സെലക്ട് ചെയ്ത് പഠിപ്പിക്കുന്നത്. ശരിക്കും 15 വർഷം മുമ്പ് ഉസ്താദ് വഴികാട്ടുകയായിരുന്നു. ആ ഒരു വഴിയിലൂടെ പിന്നീട് നമ്മുടെ സമന്വയ വിദ്യാഭ്യാസ മേഖലയിലെ പണ്ഡിതന്മാർ ചിന്തിച്ചു തുടങ്ങുകയായിരുന്നു എന്നുള്ളതാണ്. തുടർന്ന് ഉസ്താദ് നിത്യജീവിതത്തിൽ മുസ്ലിങ്ങൾ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ ഹദീസുകളിൽ കൂടിയുള്ള വിവരണവും വെളിച്ചവും ഇതുമൂലം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു. 2-3 തരങ്ങളിൽ പിന്നെ അങ്ങനെ ഓരോ വിഷയങ്ങളെ പരിചയപ്പെടുത്തി പോവാണ്. ഫിഖ്ഹിൻ്റെ ആഴങ്ങളിലേക്കുള്ള കർമ്മശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് പറയേണ്ട, ആധുനികമായിട്ടുള്ള വിഷയങ്ങളെ ചർച്ച ചെയ്യുന്ന കർമ്മശാസ്ത്രമാണ് പഠിപ്പിക്കേണ്ടത്. പിന്നീട് പറയുന്നു ഇസ്ലാം ചരിത്രം. കേരളത്തിൽ പള്ളിദർസ് മേഖലയെക്കുറിച്ച് മാത്രം പരിചയമുണ്ടാവുകയും അവിടുന്ന് അറബിക് കോളേജിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്ത 1964 ഏറ്റവും ആദ്യത്തെ ഒരു അറബിക് കോളേജ് വന്നതേയുള്ളൂ. ആ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു സമന്വയെക്കുറിച്ച് ചിന്തിക്കുകയും അവിടെ ഹിസ്റ്ററി, കേവലം ഹിസ്റ്ററി അല്ല, ഇസ്ലാമിക ചരിത്രം, താരിഖ് എന്നുള്ള ഒന്നിനപ്പുറത്തേക്ക് ഇസ്ലാമികമായ പൂർണ്ണമായ ചരിത്രങ്ങൾ പഠിപ്പിക്കണമെന്ന് ഉസ്താദ് എഴുതി വെക്കുന്നു. ചരിത്രം കെട്ടുകഥകളിൽ നിന്ന് തീരെ മുക്തമായ ശുദ്ധമായ ചരിത്രമാണ് പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സംഭവങ്ങളുടെ കേവല പ്രകാശനം എന്ന നിലക്കല്ല, മറിച്ച് സംഭവങ്ങളുടെ കാര്യകാരണങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ടും യുക്തമായ അവലോകനം ഉൾപ്പെടുത്തിക്കൊണ്ടും ഓരോ കാലഘട്ടത്തിലെയും ചരിത്രം, അതാണ് ഓരോ സ്പെയിനിനെ കുറിച്ചും ഖലീഫമാരെ കുറിച്ചും അമവി ഭരണകൂടത്തെക്കുറിച്ചും അബ്ബാസികളെക്കുറിച്ചും ഇസ്ലാമിക ഹിസ്റ്ററിയെ ആഴത്തിൽ പഠിപ്പിക്കണമെന്നുള്ളൊരു ചിന്ത ഉസ്താദിലൂടെ കൊണ്ടുവരികയാണ്. മാത്രവുമല്ല ഇസ്ലാമിക ചരിത്രത്തിന് പുറമെ ഇന്ത്യ ചരിത്രം, ലോക ചരിത്രം എന്നിവയും പഠിപ്പിക്കേണ്ടതുണ്ട്. ഉസ്താദിൽ പറഞ്ഞു വെക്കുകയാണ്, പുതിയ കാലഘട്ടത്തിന് പോലും മാതൃക കൊടുക്കുന്ന തരത്തിൽ ഉസ്താദ് എഴുതി വെക്കുന്നത് കേവലം ഇസ്ലാമിക ചരിത്രം മാത്രമല്ല, ഇന്ത്യ ചരിത്രവും ലോക ചരിത്രവും ഈ ഒരു സ്ഥാപനത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അതെങ്ങനെ പോയിട്ട് ഉസ്താദ് പറയുന്നു, ആധുനിക രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ തക്ക യോഗ്യത നേടിക്കൊടുക്കുന്ന രീതിയിലാണ് അറബി ഭാഷ അഭ്യസിപ്പിക്കപ്പെടേണ്ടത്. അത് കേവലം ഒരു കിതാബോത്തിൻ്റെ ലാംഗ്വേജ് എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അറബി ഭാഷയെ ആധുനികമായ മോഡേൺ അറബിക് ആ ഒരു തരത്തിൽ എല്ലാം മനസ്സിലാകുന്ന വിധത്തിൽ അറബി ഭാഷയെ പഠിപ്പിക്കപ്പെടണം. അങ്ങനെ ഭാഷയെക്കുറിച്ച് കുറേ സംസാരിച്ച ശേഷം അവസാനം അദ്ദേഹം പറയുന്നു, വിദ്യാഭ്യാസം ജോലി ലക്ഷ്യം വെച്ചാകട്ടെ അല്ലാതിരിക്കട്ടെ അംഗീകൃത ഡിഗ്രികൾ അനുപേക്ഷങ്ങളായി ഗണിക്കപ്പെടുന്ന സാമൂഹിക ചുറ്റുപാടിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മതപഠനത്തോടൊപ്പം കുട്ടിക്ക് ഡിഗ്രി, സർക്കാർ തലത്തിലുള്ള ഡിഗ്രി നൽകേണ്ടതുണ്ട് എന്ന് 1972 നിങ്ങൾ ഓർത്തു നോക്കൂ, 1972 ഉസ്താദ് എഴുതി വെക്കുന്നു, വിദ്യാഭ്യാസം ജോലി ലക്ഷ്യം വെച്ചാവട്ടെ അല്ലാതിരിക്കട്ടെ. അതിൻ്റെ പ്രശ്നത്തിലേക്കുള്ള നമ്മൾ സാധാരണ ആക്ഷേപമായിട്ട് ഭൗതികമായ ഡിഗ്രി നേടുന്നതോടുകൂടി മതമേഖലയിൽ നിന്നും കുട്ടി ഒഴിഞ്ഞു പോകുന്നൊക്കെയുള്ള ചില ഒരു ചിന്തകൾ, ചർച്ചകളൊക്കെ ഉണ്ട്. പക്ഷെ ഉസ്താദ് പറയാണ്, വിദ്യാഭ്യാസം ജോലി ലക്ഷ്യം വെച്ചാവട്ടെ അല്ലാതിരിക്കട്ടെ, എന്താണെങ്കിലും അംഗീകൃതമായ ഡിഗ്രികൾ അനുപേക്ഷങ്ങളായി ഗണിക്കപ്പെടുന്ന സാമൂഹിക ചുറ്റുപാടാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ഈ പരമാർത്ഥത്തെ അവഗണിക്കുകയോ കണ്ടില്ലെന്ന് നടിക്കുകയോ ചെയ്യുന്നത് സമുദായത്തിനും നമ്മുടെ ലക്ഷ്യത്തിനും അപരിഹാര്യമായ ദോഷഫലങ്ങൾ വരുത്തിവെക്കുമെന്നത് ചിന്തിക്കുന്നവർക്ക് അറിയാവുന്നതേ ഉള്ളൂ. 1972 ഒരു അറബിക് കോളേജിനെ കുറിച്ച് സുന്നി പ്രസ്ഥാനങ്ങൾ ചിന്തിച്ച് അതിൻ്റെ പ്രവർത്തന പദത്തിലേക്ക് വന്ന ഒരു സമയത്ത് ഇതിനപ്പുറത്തേക്ക് ഒരു സമന്വയ വിദ്യാഭ്യാസ സംവിധാനം, അതിൻ്റെ സിലബസ് ഏതർത്ഥത്തിലാവണമെന്ന്, ഏതൊക്കെ വിഷയം എങ്ങനെ പഠിപ്പിക്കപ്പെടണമെന്ന്, അതോടൊപ്പം മതം പഠിക്കുന്നതോടൊപ്പം തന്നെ ഭൗതികമായ ഒരു ഡിഗ്രി അവന് അനിവാര്യമാണെന്ന് ഉസ്താദ് കൃത്യമായിട്ട് എഴുതി വെക്കുകയാണ്. അങ്ങനെ ഓരോ വിഷയങ്ങളും മുൻചെന്ന വിഷയങ്ങൾക്ക് പുറമെ ഒരുപാട് വിഷയം പറഞ്ഞതിന് ശേഷം പറയാണ്, മലയാളം, ഉറുദു, ഇംഗ്ലീഷ്, കണക്ക്, ഭൂമിശാസ്ത്രം, സയൻസ് തുടങ്ങിയവയും ഈ ഒരു സ്ഥാപനത്തിൽ പഠിപ്പിക്കപ്പെടണം. ഭാഷ ഇംഗ്ലീഷ്, ഉറുദു, അതോടൊപ്പം കണക്ക്, സയൻസ്, ഭൂമിശാസ്ത്രം, ഈ വിഷയങ്ങളൊക്കെ ഈ ഒരു മതസ്ഥാപനത്തിൽ പഠിപ്പിക്കപ്പെടണം. അതോടൊപ്പം ഉസ്താദ് കൃത്യമായി പറയുന്നു, മലയാള ഭാഷ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഒരു പള്ളി ദർസിലോ അറബിക് കോളേജിലോ
ഇന്ന് തന്നെ നമുക്കറിയാം കേരളത്തിലെ പല പ്രമുഖ സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെ വിവിധ ഭാഷകൾ പഠിപ്പിക്കപ്പെടുന്നുണ്ടാവും. പക്ഷെ മലയാള ഭാഷ ആസ് എ ലാംഗ്വേജ് ഒരുപക്ഷെ പഠിപ്പിക്കപ്പെടുന്നില്ല. പക്ഷെ ഉസ്താദ് 1972 പറയുന്നു, നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ മലയാള ഭാഷ പഠിപ്പിക്കപ്പെടണം. ഉസ്താദിൻ്റെ ചിന്തയുടെ ആഴം, ഈ ഒരു സാധനം മാത്രം മതി നമുക്ക് അളന്നെടുക്കാൻ. ശരിക്കും സഅദിയ്യ എന്ന് പറയുന്നത് ഉസ്താദിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. നമ്മൾ CM ഉസ്താദിനെ വായിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 90-കൾക്ക് ശേഷമുള്ള ശാന്തനായ 100 ചിന്തകൾ തലയിൽ വെച്ച് അതെല്ലാം മറച്ചു പിടിച്ച് എന്നാലും സമൂഹത്തിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കാൻ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഉസ്താദിനെയാണ് നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്. പക്ഷെ അതിനപ്പുറം 60 മുതൽ 90 വരെ ഒരു മഹാചിന്തയുടെ, ഒരു വിദ്യാഭ്യാസ വിപ്ലവത്തിന് ഒറ്റയാനായി മുന്നിൽ നടന്നൊരു ഉസ്താദിനെ നമുക്കിവിടൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകുന്നു, എന്തുകൊണ്ട് ഉസ്താദിൻ്റെ ചിന്തകൾ ഇത്രമാത്രം വലിയൊരു പിൽക്കാലത്ത് ആഘോഷിക്കപ്പെട്ട സമന്വയ പരീക്ഷണങ്ങളെ പോലെ വലിയ വിജയത്തിലേക്ക് എത്തിയില്ല. പക്ഷേ വിജയത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ചിന്തയുടെ തുടർച്ചകളാണ് പിന്നീട് കേരളം, ഇവിടുത്തെ പണ്ഡിതന്മാർ ഏറ്റെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷെ ഉസ്താദിൻ്റെ ആ ഒരു സ്ഥാപനം അതിൻ്റെ ആദ്യത്തെ 1971 മുതൽ 1979 വരെയുള്ള ഒരു കാലഘട്ടത്തിലെ അതിൻ്റെ പ്രൊഡക്റ്റുകൾ എടുത്ത് നമ്മളെടുത്ത് പരിശോധിച്ചാലും ഈ ഒരു ചിന്ത സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉസ്താദ് കൊണ്ടുവന്ന പദ്ധതികളെയും അതിന് നിരന്തരം കുട്ടികളോടൊപ്പം നിന്ന് അത് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി ഉസ്താദ് പ്രവർത്തിച്ച പ്രവർത്തന രീതിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും ഉസ്താദിൻ്റെ ചില ഭാഗത്ത് പറയുന്നുണ്ട്, ഒരു മതം പഠിക്കുന്ന ഒരാളുടെ ജോലി ഒരു പള്ളിയിൽ ഖതീബായി നിൽക്കൽ മാത്രമാവരുത്, മറിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങി മറ്റു പ്രവർത്തനങ്ങളിലേക്ക് വരെ ഇടപെടാൻ അവന് സാധിക്കണം. നിങ്ങൾ നോക്കൂ, മതം പഠിക്കുന്നതിലൂടെ ഒരു സമൂഹ നിർമ്മിതിയാണ്. മലയാളത്തിലെ ഒരു പ്രമുഖനായ ഒരു സാഹിത്യകാരൻ NS മാധവൻ, അദ്ദേഹത്തിൻ്റെ ഹിഗ്ഗിറ്റ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ഒരു പക്ഷേ +2 തലത്തിൽ സ്കൂളിൽ പഠിപ്പിക്കപ്പെട്ടിരുന്നു കുറച്ചു മുമ്പ്. NS മാധവന് ഹിഗ്ഗിറ്റ എന്ന് പറയുന്ന കഥയിലൂടെ ഒരു പള്ളിയിലെ അച്ഛനെ കുറിച്ചാണ് പറയുന്നത്. ഒരു പള്ളിയിലച്ഛൻ ഒരു മതപുരോഹിതൻ്റെ പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് കാലാന്തരേണ രൂപപ്പെട്ടു വന്നത് അദ്ദേഹത്തിൻ്റെ ചർച്ച് എന്നുള്ളതാണ്. എന്നാൽ ഗീവർഗീസ് അച്ഛൻ ചർച്ചിലെ കുർബാന കഴിഞ്ഞാൽ ലോഹ അഴിച്ചു വെച്ച് സോഷ്യൽ സർവീസിന് വേണ്ടി സമൂഹത്തിലേക്ക് ഇറങ്ങി ഓരോ വീടാന്തരം കയറി ഇറങ്ങുന്ന ഒരു കഥ പറയുന്നുണ്ട്. മാത്രവുമല്ല, ഇതിലൂടെ അദ്ദേഹം മറ്റൊരു ഉപമ, ലോകത്തെ ഒരു അറിയപ്പെട്ട ഹിഗ്ഗിറ്റ എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ കളിക്കാരനെ ഇതിനോടൊപ്പം പരിചയപ്പെടുത്തുകയാണ്. ഒരുപാട് ഗോളുകളുണ്ട് ലോകത്തെ അറിയപ്പെട്ട ഫുട്ബോൾ മാമാങ്കത്തിൽ. എന്നാൽ ഹിഗ്ഗിറ്റ എന്ന് പറയുന്ന ഒരു ഗോളിയുടെ ലോകം ആ ഗോൾ പോസ്റ്റാണ്. ആ ഗോൾ പോസ്റ്റ് കിടത്തി വെച്ചാൽ ആ ഒരു സർക്കിൾ എത്രമാത്രം പരിമിതമാണോ അതാണ് ഒരു ഗോളിയുടെ ലോകം. എന്നാൽ ഹിഗ്ഗിറ്റ അവസരം കിട്ടുമ്പോഴേക്ക് പന്തുമായിട്ട് അടുത്ത ഗോൾ പോസ്റ്റ് വരെ ഓടുകയും ഗോളടിക്കുകയും ചെയ്യുന്ന ഒരു കഥ, അത് ലോകചരിത്ര ശ്രദ്ധേയമായൊരു സംഭവമാണ്. ഈ ഒരു സംഭവത്തെ വെച്ചിട്ട് ഗീവർഗീസ് അച്ഛൻ എന്ന് പറയുന്ന ഒരു അച്ഛൻ്റെ കഥ പറയുന്നുണ്ട്. ശരിക്കും അദ്ദേഹം അതിലൂടെ മുന്നോട്ട് വെക്കുന്നത് ഒരു പണ്ഡിതൻ, ഒരു സ്കോളർ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം കേവലം ആ മതപരമായ സർക്കിളിനപ്പുറത്തേക്ക് എല്ലാ മേഖലകളും മതത്തിൽ നിന്നും സ്വീകരിച്ച ആവേശം കൊണ്ട് സോഷ്യൽ സർവീസിലേക്കും പൊതുതലങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലണം എന്നുള്ളതാണ്. ഞാൻ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു പോയി എന്ന് മാത്രം. CM ഉസ്താദ് ഈ ഒരു തലത്തിൽ ഒരു സ്കോളർ ആവണമെന്ന സ്വപ്നം കണ്ട വലിയ മനുഷ്യനായി. മതം പഠിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ലോകം കേവലം പള്ളിയും മദ്രസയുമായി മാത്രം ചുരുങ്ങാൻ പാടില്ല. അത് നടത്തുന്നതോടൊപ്പം ഒരു സമൂഹത്തെ നിർമ്മിക്കാൻ ഏതൊക്കെ അർത്ഥത്തിൽ തൻ്റെ കഴിവിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന്
കേവലം എഴുതി വെക്കുക മാത്രമല്ല, തൻ്റെ ജീവിതം കൊണ്ട് ഉസ്താദ് കാണിച്ചത്. ശരിക്കും ഒരു പള്ളി ദർസിൽ പഠിച്ച ആളാണല്ലോ ഉസ്താദ്. മാലിക് ദീനാർ പള്ളി മുതൽ ചെമ്പരിക്കയിലും തുടങ്ങി വിവിധ മഹാനായ UK ആറ്റക്കോയ തങ്ങളുടെ മകൻ ഇവിടെ ഇരിപ്പുണ്ട്. തങ്ങളവർകൾ മഹാനായ UK ആറ്റക്കോയ തങ്ങളുടെ അടുത്തുപോയി വരെ ഗോളശാസ്ത്രം പഠിക്കുന്ന CM ഉസ്താദ് ഒരു പള്ളി ദർസിൽ നിന്ന് വളർന്നു വരികയും അതിലൂടെ ശേഷം ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അന്നത്തെ ഏറ്റവും പ്രമുഖ സ്ഥാപനം എന്ന നിലക്ക് ബാക്കയാത്തിലേക്ക് പോവുകയും അതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസത്തിൽ കാസർഗോഡ് തളങ്കരയിലെ സ്കൂളിൽ പഠിക്കുകയും ആ പഠന കാലഘട്ടത്തിൽ തന്നെ ഭാഷയെ വളരെ ആഴത്തിൽ പഠിക്കുകയും 10ാം ക്ലാസ് പാസ്സാകുന്നു. പക്ഷേ ഒരു 10ാം ക്ലാസ് പഠിക്കുമ്പോഴേക്ക് ഉസ്താദ് ആർജിച്ചെടുക്കുന്ന ഭാഷ നല്ല ശുദ്ധമായ മലയാള ഭാഷ. ഉസ്താദിൻ്റെ എഴുത്ത് നമ്മൾ വായിച്ചു നോക്കിയാൽ മതി. ഞാൻ തന്നെ എൻ്റെ ചില പുസ്തകങ്ങളൊക്കെ ചിലപ്പോൾ ചില സമയത്ത് ഉസ്താദ് വളരെ താല്പര്യത്തോടു കൂടി പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ട് പോകും. എന്നിട്ട് 1-2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ട് പറയും, നിങ്ങൾ ആ ഉപയോഗിച്ച പ്രയോഗം ശരിയായില്ല, നിങ്ങൾ ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടിയിരുന്നത്. ഒരിക്കൽ അറബികൾ പറഞ്ഞ ശാസ്ത്രത്തിലെ മുസ്ലിം സംഭാവനകളെക്കുറിച്ച് എഴുതിയ വലിയൊരു പുസ്തകമുണ്ട്. ഉസ്താദ് താല്പര്യത്തോടെ അത് വാങ്ങിക്കൊണ്ട് പോയി. 2-3 ദിവസം കഴിഞ്ഞാലും പറഞ്ഞു, അതിൽ കുറേ സാധനം നിരൂപിച്ചത് കൊണ്ട് പറഞ്ഞു, ആ പുസ്തകത്തിൻ്റെ പേര് ഇട്ടത് ശരിയായില്ല. അറബികൾ പറഞ്ഞ ശാസ്ത്രം എന്ന് പറയുമ്പോൾ അത് അറബികളിലേക്ക് മാത്രം ചുരുങ്ങി പോകുന്നു. നിങ്ങൾ അതിൽ മുസ്ലിം ലോകത്തെ കേവലം അറബികൾ മാത്രമല്ല, പേർഷ്യൻ മേഖലയിലുള്ളവരും മറ്റുമായിട്ട് വിവിധ മേഖലയിലുള്ള മുസ്ലിം സംഭാവനകളെക്കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു പേര് അതിൻ്റെ 2nd എഡിഷൻ വരുമ്പോൾ കുറച്ചും കൂടി ആകർഷകമായ വിധത്തിൽ മാറ്റിയെഴുതണമെന്ന് വരെ ഉസ്താദ് സൂചിപ്പിക്കേണ്ടായി. വളരെ ഒരു എഡിറ്ററുടെ ഒരു കേവലം സ്കോളറാവുമ്പോൾ സാധനങ്ങൾ വായിച്ചു പോയിട്ട് അതിനെക്കുറിച്ച് ഒരു പക്ഷേ നമ്മളെ പ്രശംസിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. പക്ഷേ ഉസ്താദ് ഒരാളെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണമെന്ന് അതിൻ്റെ ഏറ്റവും ബേസിക് തലം മുതൽ തന്നെ ചിന്തിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് ഒരാളെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം, വിദ്യാഭ്യാസ മേഖല, ഒരു സമൂഹത്തെ, ഒരു സ്ഥാപനത്തെ എങ്ങനെ, അല്ലെങ്കിൽ കാസർഗോഡ് പോലെയുള്ള ഒരു ഉത്തര മലബാറിൻ്റെ മൊത്തം അവരെ എങ്ങനെ ഭൗതികമായിട്ട് വളർത്തിക്കൊണ്ടുവരണമെന്ന് കൃത്യമായൊരു അജണ്ടയുണ്ടായിരുന്നു ഉസ്താദിന്. അത് വലിയൊരു പദ്ധതിയായിട്ട് ഉസ്താദ് വളരെ ആസ്വദിച്ചുകൊണ്ടാണ് ശരിക്കും ഒരു സാദിയ പ്രവർത്തനം പോലും ഉസ്താദ് ആരംഭിക്കുന്നത്. 1989 സമസ്തയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സ്പിരിറ്റും മറ്റുമായിട്ട് മാത്രമല്ല ഈ ഒരു സ്ഥാപനത്തെ സമസ്തയ്ക്ക് കൈമാറുകയും പിന്നീട് അതിൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് ഉസ്താദ് ഇറങ്ങിപ്പോരേണ്ട ഒരു ഘട്ടം വരികയാണ്. ഇതിനിടയിൽ തന്നെ ഉസ്താദ് ഒരു ഗൾഫ് യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സന്ദർഭത്തിൽ പുതിയ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ ഇതിൻ്റെ സിലബസ് മാറ്റുന്നുണ്ട്. ഇതോടെ കൂടെയാണ് ഉസ്താദ് ഈ ഒരു സംരംഭത്തോട് വല്ലാതെ മാനസികമായിട്ട് വിഷമിക്കുന്നത്. കാരണം ഉസ്താദിൻ്റെ ഒരു സ്വപ്നമായിരുന്നു, ഒരു അജണ്ടയായിരുന്നു. ഈ അജണ്ട അതേപോലെ നടപ്പിലാകുകയായിരുന്നുവെങ്കിൽ ഉസ്താദിനോടൊപ്പം ബൗദ്ധികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, ഞാൻ നേരത്തെ ദാറുൽ ഹുദ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെ അതിനെ ക്രിയാത്മകമായി നടപ്പിലാക്കാനുള്ള ഒരു ബറ്റാലിയൻ ഉസ്താദിനോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നൊരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു സമന്വയ ചിന്തയുടെ മഹാസ്ഥാപനമായി സാദിയ ശേഷിക്കുന്നുണ്ടാകും. ഉറപ്പാണ്. കാരണം ഈ ഒരു രേഖ നമുക്കതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. പക്ഷെ ആ ചിന്ത ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. ആ ചിന്തയുടെ തുടർച്ചയാണ് പിന്നീട് കേരള മുസ്ലിങ്ങൾക്ക് ഏറ്റവും വലിയ വെളിച്ചമായി നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഉസ്താദ് ആ ഒരു ചിന്തയെ പേജുകളിലാക്കി സമൂഹത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. മഹാനായ ബഹാദീൻ ഉസ്താദിന്റെ സ്മരണികയിൽ ഉസ്താദിനെ കുറിച്ച്, CM ഉസ്താദിനെ കുറിച്ച് പറയുന്നുണ്ട്. 1970-കളിൽ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ ഇസ്ലാമിക് ബാങ്കിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ ഒരാളെ കിട്ടണം. 1970-കളിൽ 60-70 കാലഘട്ടത്തിൽ ഇസ്ലാമിക് ബാങ്കിങ്ങിനെ കുറിച്ചിട്ട് പട്ടിക്കാട് ജാമിയ നൂരിയയിൽ ക്ലാസ് എടുക്കാൻ ഒരാളെ കിട്ടണം. പലരെയും ചിന്തിച്ചു, പലയിടത്തും അന്വേഷിച്ചു. പക്ഷേ ഈ ഒരു വിഷയത്തെ കുറച്ച് മോഡേണായിട്ട് കാര്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ആഴത്തിൽ
ചർച്ച ചെയ്യുന്ന ഒരാളെ കിട്ടണമെന്ന് അന്വേഷിച്ച് എവിടെയും കിട്ടാതെ അവസാനം അവർ കണ്ടെത്തുന്നത് ചെമ്പരിക്ക കാളിയായ CM അബ്ദുള്ള മൗലവിയാണ്. അവർ കാസർഗോഡ് വന്ന് ഉസ്താദിനെ ക്ഷണിക്കുന്നു. 1907 തുടക്കത്തിൽ ഉസ്താദ് പട്ടിക്കാട് പോയിട്ട് ഈ വിഷയം അവതരിപ്പിക്കുന്നു. അവരത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇത്രമാത്രം ആഴത്തിൽ ബാങ്കിങ്ങിനെ കുറിച്ച്, പലിശയെക്കുറിച്ച് കൃത്യമായി കർമ്മശാസ്ത്ര പിൻബലത്തോടുകൂടി എങ്ങനെയാണോ അതിനെ മനസ്സിലാക്കേണ്ടത് ആ അർത്ഥത്തിൽ ക്ലാസ് എടുക്കുന്ന ഉസ്താദ്. ഞാനതാണ് പറഞ്ഞത്, ഉസ്താദിൻ്റെ ഒരു ചിന്ത പ്രവർത്തിച്ചിരുന്നൊരു കാലഘട്ടം 1965 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിലെ ഉസ്താദിനെ നമുക്ക് കൃത്യമായിട്ട് നമ്മളൊന്ന് അളന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ശരിക്കും കേരള മുസ്ലിം സത്വനിർമ്മിതിയിലെ ഒരു വലിയ നവോത്ഥാന ചിന്തകനായിട്ടാണ് ഉസ്താദിനെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. ഉലമ ആക്ടിവിസം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ഡിതന്മാർ അവരുടെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷേ കേരള ചരിത്രത്തിലോ അല്ലെങ്കിൽ പൊതുചരിത്രത്തിലോ ഈ അടുത്ത കാലം വരെ കേരളത്തിൻ്റെ ചരിത്ര നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപക്ഷെ ഒരു കൊളോണിയൽ പെർസ്പെക്റ്റീവിലൂടെ, അല്ലെങ്കിൽ ഒരു മാക്സിയൻ പെർസ്പെക്റ്റീവിലൂടെ, അതല്ലെങ്കിൽ ഒരു സവർണ ഹിന്ദു കാഴ്ചപ്പാടിലൂടെ, അതല്ലെങ്കിൽ ഒരു സലഫി പെർസ്പെക്റ്റീവിലൂടെയാണ് കേരളത്തിൻ്റെ പൊതുചരിത്രം എഴുതപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരള മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സുന്നി സൂഫി സർക്കിളിൽ എഴുതപ്പെട്ട ഹിസ്റ്ററിയെ നമുക്ക് വളരെ ചുരുക്കം മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു പുതിയ കാലഘട്ടത്തിൽ ഒരു ഗവേഷണ പരിസരം എല്ലാം മാറി, തെളിവുകൾ വെച്ചിട്ട് ചരിത്രത്തെ സ്വതന്ത്രമായിട്ട് സ്ഥാപിക്കാനുള്ള ഒരു തലത്തിലേക്ക് യൂണിവേഴ്സിറ്റി തലങ്ങൾ പോലും മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ലോകാടിസ്ഥാനത്തിൽ തന്നെ ഉലമാക്കളെ കുറിച്ചുള്ള പഠനങ്ങൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ഉലമാക്കളെ കുറിച്ചിട്ട്, പുറത്തുള്ള ഉത്തരേന്ത്യൻ ഉലമാക്കളെ കുറിച്ചിട്ട് വളരെ മനോഹരമായ ഒരു അക്കാദമികമായ പഠനമുണ്ട്. ഉലമാസ് ദി കസ്റ്റോഡിയൻസ് ഓഫ് ചേഞ്ച്. കാസിം സമാൻ എന്ന് പറയുന്ന ഒരു വിശ്വപണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ട് എഴുതിയൊരു പുസ്തകം ഉലമാസ് ദി കസ്റ്റോഡിയൻസ് ഓഫ് ചേഞ്ച്. ലോകത്ത് മാറ്റം കൊണ്ടുവരുന്നത് അത് ഉലമാക്കളാണ് എന്ന് അക്കാദമികമായ നിലവാരത്തോടെ എഴുതിയൊരു പുസ്തകം ഉലമാസ് ദി കസ്റ്റോഡിയൻസ് ഓഫ് ചേഞ്ച്. ബറേൽവി പണ്ഡിതന്മാരെ കുറിച്ച് ആഴത്തിൽ പറയുന്ന ഉഷാ സാനിയൽ എന്ന് പറയുന്ന ഒരു അക്കാഡമിക് എഴുതിയ മനോഹരമായൊരു പുസ്തകം. ദയൂബന്ദിനെ കുറിച്ചിട്ട്, അവിടുത്തെ ഉലമാക്കളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ബർബറ മെൻകാഫ് എന്ന് പറയുന്ന ഒരു പണ്ഡിത, ഒരു ഗവേഷക എഴുതിയൊരു പുസ്തകം. ഞാൻ പറയുന്നത് ഉലമാക്കളാണ് ലോകത്തെ നിർമ്മിക്കുന്നത് എന്ന് അക്കാദമിക തലത്തിൽ മുതൽ തന്നെ പൊതു അംഗീകാരത്തിലുള്ള പഠനങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ശരിക്കും ഈ ഒരു 20-ാം നൂറ്റാണ്ടിലെ ഉത്തര മലബാറിൻ്റെ വിദ്യാഭ്യാസ വിപ്ലവത്തെ, അതല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ പരിസരത്തെ, കേരളത്തിലെ മുസ്ലിം മുന്നേറ്റത്തിൻ്റെ ഹിസ്റ്ററിയിൽ മഹാനായ ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലെയുള്ള വലിയ ധിഷണാശാലികളായ ആളുകളുടെ ഇടപെടലിനോടൊപ്പം നമുക്ക് ചേർത്ത് വെച്ച് ചരിത്ര നിർമ്മിതിയിൽ ഉയർത്തിക്കാണിക്കാൻ പറ്റിയൊരു വലിയ പ്രതിഭയായിരുന്നു CM ഉസ്താദി എന്നുള്ള അർത്ഥത്തിൽ. നമ്മുടെ അന്വേഷണങ്ങൾ ആ അർത്ഥത്തിൽ സമൂഹത്തിന് അവരെ അവതരിപ്പിക്കുന്ന വിധത്തിൽ നമ്മുടെ പദ്ധതികളും നമ്മുടെ ചിന്തകളും ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കൂട്ടായ്മയുടെ വലിയൊരു സന്ദേശമായിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. ഉസ്താദിനെ കേവലം ഒരു കാസർഗോഡിൻ്റെ, അതല്ലെങ്കിൽ കേവലം ഒരു MIC-യുടെ, അല്ലെ നമ്മുടെ മനസ്സിലുള്ള ഒരു മനാക്കബ് മാത്രം പറഞ്ഞ് നിർത്തേണ്ട ഒരാളല്ല ഉസ്താദ്. കേരള മുസ്ലിം ഹിസ്റ്ററിയിലെ ഒരു വലിയ ഒരു വിദ്യാഭ്യാസ ഒരു ചിന്തയുടെ ഒരു വിധാതാവായിട്ട് നമുക്ക് ഉസ്താദിനെ അവതരിപ്പിക്കാൻ പറ്റണം. അതിനുള്ള ശ്രമങ്ങൾ നിരന്തരമായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. നമ്മളിവിടെ അന്വേഷിക്കുമ്പോൾ 2 തലങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉസ്താദിൻ്റെ കുടുംബപരമായ ഒരു സാത്വിക പരിസരം, കാസർഗോഡിൻ്റെ വൈജ്ഞാനികമായ ഒരു ആഴത്തിലുള്ള പരിസരം, ഈ 2 പരിസരത്തിൽ ഇടയിൽ നിന്നാണ് ഉസ്താദിൻ്റെ രൂപീകരണം സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. കേവലം ശരിക്കും കാസർഗോഡിൻ്റെ അല്ലെങ്കിൽ ഉത്തരമലബാറിൻ്റെ കേരള മുസ്ലിം വിദ്യാഭ്യാസ ചിന്താ പരിസരത്തിലെ ഒരു മുന്നേറ്റത്തിന് പടച്ചോൻ നിയോഗിച്ച ഒരു വലിയ പണ്ഡിതൻ തന്നെയായിരുന്നു ഉസ്താദ്. കാരണം ഒരു സാധാരണ കുടുംബത്തിൽ നിന്നല്ല. നമുക്കറിയാം, ഉസ്താദിൻ്റെ കുടുംബ പരിസരം വെച്ച് നോക്കുമ്പോൾ ഉസ്താദിൻ്റെ ഉപ്പ C മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ ആ കാലഘട്ടത്തിലെ വലിയ പണ്ഡിതനാണ്. ജാതിപത ഭേദമന്യേ ആളുകൾ നിരന്തരമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരാറുണ്ടായിരുന്നു. എത്രത്തോളം C മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാരെ കുറിച്ച് മാപ്പിള സാഹിത്യത്തിലെ നമുക്കറിയാം കാസർഗോഡിൻ്റെ ഏറ്റവും വലിയ സംഭാവനയായിരുന്ന ട്യൂബേ സാഹിബ് പോലും നിങ്ങൾക്ക് സാത്വികനായ ഒരു ഉഹ്റവിയായ പണ്ഡിതനെ കാണണോ,
നിങ്ങൾ സി മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാരെ നോക്കുക എന്ന് ടി സാഹിബ് പറയാറുണ്ടായിരുന്നു. ഞങ്ങൾ ഓർത്തു നോക്കൂ. നമ്മൾ പല കാരണത്താൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദർശമൊക്കെ വെച്ചിട്ട് നമ്മൾ പലപ്പോഴും അദ്ദേഹത്തെ മാറ്റി നിർത്തിയേക്കാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ സാഹിത്യ മേഖലയിൽ വലിയ സംഭാവനകൾ നൽകിയ വലിയൊരു ചിന്തകനും ഒരു മാപ്പിളപ്പാട്ട് സാഹിത്യകാരനുമാണ്. ഈ ടി സാഹിബ് പറയാറുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഉഹ്റവിയായ ഒരു പണ്ഡിതനെ കാണണമെങ്കിൽ സി മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാരെ നോക്കുക എന്ന്. ഇതിൻ്റെ ഒരു സാക്ഷാത്കാരം എന്നോണം മാലിക് ദീനാറിനെ കുറിച്ച് ടി സാഹിബ് എഴുതിയ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതുന്നത് സി മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാരാണ്. നിങ്ങൾ ഓർത്ത് നോക്കണം. മാലിക് ദീനാറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ വളരെ ഗദ്യ രൂപത്തിലുള്ള മനോഹരമായ രചനയുണ്ട് ട്യൂബൈസിന്. ഇതിൻ്റെ അവതാരിക എഴുതുന്നത് ഒരു പുസ്തകത്തിൻ്റെ അവതാരിക ഈ ഇപ്പോഴത്തേക്കും കുറച്ച് മുമ്പുള്ള കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരു വലിയ അംഗീകാരമുള്ള പണ്ഡിതനെ കൊണ്ടാണ് ഒരു പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിപ്പിക്കുക. കാരണം സമൂഹത്തിൽ അത്രമാത്രം അതിന് സ്വീകാര്യത കിട്ടണം. ടി സാഹിബ് തൻ്റെ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിപ്പിക്കുന്നത് സി മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാരുടെ അടുത്ത് നിന്നാണ് എങ്കിൽ ആ ഒരു പണ്ഡിതൻ്റെ സമൂഹം എത്രമാത്രം നെഞ്ചിലേറ്റിയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യപത്രമാണ്. മാത്രവുമല്ല നമുക്കറിയാമല്ലോ, ആലിയ തിരുമലബാറിലെ ഒരു പക്ഷേ ഏറ്റവും ആദ്യത്തെ സ്ഥാപനമായിട്ട് വരുമ്പോൾ ഇസുദ്ദീൻ മൗലവി അദ്ദേഹം ഒരു പ്രത്യേക കക്ഷി സ്ഥാനത്തിൻ്റെ മുഖമായിട്ട് വരുന്നതിന് മുമ്പ് ആലിയ സ്ഥാപിക്കുന്നതിന് വേണ്ടി എത്തുന്നതും സി മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാരുടെ അടുത്താണ്. അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് കാസർഗോഡിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പള്ളികളിൽ കയറി പ്രസംഗിപ്പിച്ചിട്ട് ആ ഒരു അംഗീകാരം, കാരണം ഇത്ര വലിയൊരു സാത്വികനെ കൊണ്ടുപോയിട്ട് സംസാരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അതിന് പിന്തുണ കൊടുക്കും. ദക്ഷിണ കന്നഡ ജമിയത്തുൽ ഉലമയുടെ ആഭിമുഖ്യത്തിൽ ആലിയ സ്ഥാപിക്കുന്നതിൻ്റെ പിന്നിൽ പോലും ഇവർ ഉപയോഗപ്പെടുത്തുന്നത് അന്നൊരു സ്വതന്ത്ര സ്ഥാപനം എന്നുള്ള അർത്ഥത്തിലാണ്. ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാടൊന്നും അന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഈ സ്ഥാപനത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ അവർ ഉപയോഗപ്പെടുത്തുന്നതും സി മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാരെയാണ്. ഞാൻ പറയുന്നത് ശരിക്കും ആ ഒരു പണ്ഡിത പാരമ്പര്യം, സി മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ കേവലം ഒരു പണ്ഡിതൻ എന്നുള്ളതിലപ്പുറം ഒരു സൂഫി മുഖമുള്ള മനുഷ്യനായിരുന്നു. നമുക്കറിയാം, ജാതി മതഭേദമന്യേ നിരന്തരമായിട്ട് ജനങ്ങളെ വീട്ടിലേക്ക് ഒഴുകുകയായിരുന്നു. തങ്ങളുടെ വിവിധ തരത്തിലുള്ള വേദനകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഉസ്താദുമായിട്ട് പങ്കുവെക്കാനും അതിന് റെമഡിയുമായിട്ട് പരിഹാരവുമായിട്ട് തിരിച്ചു പോകാനും. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സി മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാരുടെ പിതാവായ അബ്ദുല്ലാഹിൽ ജംഹരി അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഉത്തര മലബാറിലെ തന്നെ കാസർഗോഡ് ഭാഗത്ത് ഏറ്റവും വലിയൊരു പണ്ഡിതനാണ്, പ്രഭാഷകനാണ്. അബ്ദുല്ലാഹിൽ ജംഹരി എന്ന് പറഞ്ഞാൽ ചെമ്പരിക്ക. അദ്ദേഹത്തിൻ്റെ പിതാവായ പോക്കൂഷ, സി എം ഉസ്താദ് തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അദ്ദേഹത്തെ കുറിച്ചിട്ട്, വലിയൊരു സാത്വികനായ വ്യക്തിത്വമായിരുന്നു. കിഴൂരിലാണ് ആദ്യം ജീവിക്കുന്നത്. തൻ്റെ ഒരു സ്വപ്ന ദർശനത്തിലൂടെയാണ് ചെമ്പരിക്കയിലേക്ക് പോകുന്നത്. ചെമ്പരിക്ക എത്തുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അവിടെ പള്ളി നിർമ്മിക്കുന്നു. തൊട്ടടുത്ത് തന്നെ ഒരു വലിയൊരു ഷെയ്ഖിൻ്റെ, ഒരു സൂഫിയുടെ മക്കാമുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് തൻ്റെ സ്വന്തം വീട് വെക്കുന്നു. ഈ ഒരു പണ്ഡിത പാരമ്പര്യത്തിലെ ആ ഒരു സാത്വികമായ വിദ്യാഭ്യാസ ചിന്തയും ഒരു സാത്വിക ജീവിതവും സമൂഹത്തിന് സമർപ്പിച്ച ഏറ്റവും വലിയൊരു ചിന്തകനായിട്ടാണ് ശരിക്കും സി എം ഉസ്താദ് കടന്നു വരുന്നത്. ആ ഒരു കുടുംബപരമായിട്ടുള്ള പാരമ്പര്യം. ഇനി നോക്കൂ നിങ്ങൾ, കാസർഗോഡിൻ്റെ വൈജ്ഞാനിക പാരമ്പര്യം, ആ ഒരു പരിസരം. ഞാൻ പറഞ്ഞു വരുന്നത്, ഉസ്താദിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശരിക്കും പഠിച്ചവൻ ആ ഒരു സംവിധാനം കുടുംബപരമായിട്ടും വൈജ്ഞാനികപരമായിട്ടൊരു ഭൂമിശാസ്ത്രപരമായിട്ടും ഒരു പ്രത്യേക ജങ്ചറിൽ നിന്നാണ് ഉസ്താദിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ശരിക്കും കിഴൂര് നമുക്കറിയാം, കോഴിക്കോടിൻ്റെ ഹിസ്റ്ററിയിൽ ചാലിയത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടോ, കോഴിക്കോടിൻ്റെ ഹിസ്റ്ററിയിൽ ചാലിയത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടോ, അതുപോലെയാണ് കാസർഗോഡിൻ്റെ ഹിസ്റ്ററിയിൽ കിഴൂരിനും ചെമ്പരിക്കും ഉള്ളത്, അല്ലേ? കാരണം വൈജ്ഞാനികമായിട്ട് കോഴിക്കോട് കത്തി നിൽക്കുമ്പോൾ അതിൻ്റെ ഹൃദയം, അതിൻ്റെ ശോഭ നൽകിയിരുന്ന പണ്ഡിതന്മാർ ജീവിക്കുന്നത് ചാലിയത്താണ്. അതേപോലെ കാസർഗോഡിൻ്റെ വൈജ്ഞാനികമായ പാരമ്പര്യം കത്തി നിൽക്കുമ്പോൾ അതിന് ഒരു കാലഘട്ടത്തിൽ ഉത്തര മലബാറിലെ, വടക്കേ മലബാറിലെ പൊന്നാനി എന്നറിയപ്പെടാൻ മാത്രം വൈജ്ഞാനികമായിട്ട് ഒരു നാട് കിഴൂര് ഡെവലപ്പാകുന്ന ഒരു പരിസരം, അതിൻ്റെ ഹൃദയത്തിൽ നിന്ന് സി എം ഉസ്താദ് ഉയർന്നു വരുന്നു. ഒരിക്കൽ സഅദിയയുടെ ഒരു സമ്മേളനം നടക്കുന്ന സദസ്സിൽ വെച്ച് മഹാനായ ഷംസുൽ മദൽ പങ്കെടുക്കുന്നുണ്ട്.
ഷംസുൽ ഉലമ CM ഉസ്താദിനെ അടുത്ത് വിളിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ഈ സ്ഥാപനത്തിന് സഅദിയ എന്ന് പേര് വെക്കാൻ കാരണം എന്താണ്? ഉസ്താദിന്റെ ചിന്തയുടെ, ഉസ്താദ് എത്രമാത്രം ക്രിയേറ്റീവാണ് എന്ന്, ഉസ്താദിന്റെ ചിന്ത എത്രമാത്രം സമൂഹഗന്ധിയാണ് എന്ന് ഈ ഒരു നാമകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപക്ഷെ മഹാനായ സയ്യിദ് മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനായ ഒരു സാത്വിക വ്യക്തിത്വത്തെ ഈ ഉത്തര മലബാറിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതും ആ ചിന്തയെ നിരന്തരമായി നിലനിർത്തുന്നതും ശരിക്കും ഉസ്താദാണ്. അവരെക്കുറിച്ച് വളരെ നേരത്തെ തന്നെ വിശദമായിട്ട് ലേഖനം പോലും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് മറ്റൊരാളിൽ നിന്ന് കാണാൻ തന്നെ സാധിക്കില്ല. ഇത് പറഞ്ഞു തരുന്ന മറ്റൊരു വ്യക്തിയെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. CM ഉസ്താദ് ഷംസുലമ്മയോട് പറഞ്ഞു, ഈ കിഴൂരിൽ ചെമ്പരിക്കൊക്കെ പരിസരത്ത് കിഴൂരിൽ വലിയ സാത്വികനായ ഒരു പണ്ഡിതൻ സയ്യിദ് മുസ്ലിയാർ എന്ന പേരിൽ, ഖാദി സയ്യിദ് മുസ്ലിയാർ എന്നുള്ള പേരിൽ ഒരു വലിയ പണ്ഡിതൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് ഈ സ്ഥാപനത്തിന് ഞാൻ സഅദിയ എന്ന്, ഖാദി സയ്യിദ് മുസ്ലിയാരുടെ ആ നാമധേയത്തിലാണ് ഈ സ്ഥാപനത്തിന് ഈ പേരിടുന്നത് എന്ന്. ശരിക്കും ആരായിരുന്നു സയ്യിദ് മുസ്ലിയാർ? നമുക്കറിയാം, ടിപ്പു സുൽത്താന്റെ ഭരണത്തിന്റെ സന്ദർഭത്തിൽ നീലേശ്വരത്തെ രാജാവിൻ്റെ അധീനതയിലായിരുന്ന ചന്ദ്രഗിരി പരിസരങ്ങൾ, ഈ ചന്ദ്രഗിരി പുഴയുടെ പരിസരത്തിൽ അവിടെ ഹസൻകുട്ടി എന്ന് പറയുന്ന വലിയൊരു പ്രതാപമുള്ള ഒരു വ്യക്തി ജീവിച്ചിരുന്നു. അദ്ദേഹം മതകാര്യത്തിൽ വലിയ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു, നല്ല ധർമ്മിഷ്ഠനായിരുന്നു. അദ്ദേഹമാണ് അവിടെ ഒരു പഴയോട്ട് പള്ളി സ്ഥാപിക്കുകയാണ്. ഉറവങ്കര പള്ളി വരുന്നു. തുടർന്ന് കിഴൂരിൻ്റെ പരിസരത്തിൽ 3 പ്രധാനപ്പെട്ട പള്ളി 1700കളിൽ ഡെവലപ്പായിട്ട് വരികയാണ്. ഈ സമയത്ത് ഈ പഴയോട്ട പള്ളിയെ ഒരു വിജ്ഞാന കേന്ദ്രമായിട്ട് വളർത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുമ്പോഴാണ് കുഞ്ചാറിൽ, കാസർഗോഡിൻ്റെ മംഗലാപുരത്തിൻ്റെ ആ ഒരു ഏരിയയിൽ ജീവിച്ച് വളർന്നു വരുന്ന ഒരു വലിയ പണ്ഡിതൻ സയ്യിദ് മുസ്ലിയാർ, അദ്ദേഹം മമ്പുറം തങ്ങളുടെ കാലക്കാരനാണ്, മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ കാലക്കാരനാണ്. പൊന്നാനിയിൽ പോയി പഠിക്കുന്നു. മഹാനായ ഉമർ ഖാദിയുടെ ശിഷ്യനായിട്ട്. സയ്യിദ് മുസ്ലിയാർ ഉമർ ഖാദിയുടെ ശിഷ്യനാണ്. ഉമർ ഖാദിയുടെ ശിഷ്യനായിട്ട് പൊന്നാനിയിൽ പോയി പഠിക്കുന്ന വലിയ പണ്ഡിതൻ. ഉത്തര മലബാറിൽ നിന്ന്, അന്ന് ഉമർ ഖാദി നമുക്കറിയാം, മമ്പുറം തങ്ങൾമാരുടെ ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ ഒരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി, സമൂഹത്തിൽ വലിയ അംഗീകാരവും സ്വീകാര്യതയുമായിരുന്നു. മമ്പുറം തങ്ങന്മാരുടെ വഫാത്തിന് ശേഷം 1844 മരിച്ചതിന് ശേഷം തൻ്റെ മകനായ സയ്യിദ് ഫളുൽ പൂക്കോയ തങ്ങളുടെ പ്രവർത്തനകാലം ഒരു വലിയ സമൂഹത്തിലെ ഒരു ഹദ്റമി സാദാത്തിൻ്റെ പാരമ്പര്യം എന്ന നിലക്ക് വലിയ സ്വീകാര്യതയാണ്. മഹാനായ സയ്യിദ് ഫളുൽ പൂക്കോയ തങ്ങളെ ബ്രിട്ടീഷുകാർ നാടുകടത്തുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ആ ഒരു പ്രതാപത്തെ ഇവിടെ നിലനിർത്തിയിരുന്നത് ഉമർ ഖാദിയാണ്, വലിയ പണ്ഡിതൻ. അതുകൊണ്ട് തന്നെ മലബാറിൽ നിന്ന്, ദക്ഷിണ കന്നഡയിൽ നിന്നൊക്കെ ആളുകൾ ഫത്വ ചോദിക്കാൻ വേണ്ടി പൊന്നാനിയിലേക്ക് വരും. പൊന്നാനിയിലേക്കും ഉത്തര മലബാറിൽ നിന്ന് ആളുകൾ വരുമ്പോൾ മഹാനായ ഉമർ ഖാദി ചോദിക്കുമായിരുന്നു അത്രേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? നിങ്ങൾ സയ്യിദ് മുസ്ലിയാരോട് പോയി ഫത്വ ചോദിക്കുക എന്ന്. CM ഉസ്താദ് ഈ കഥ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. CM ഉസ്താദ് ഇവരെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിലും ലേഖനത്തിലും ഈ ഒരു സംഭവം സൂചിപ്പിക്കുന്നുണ്ട്. ഇത്രമാത്രം വലിയൊരു പണ്ഡിതൻ മഹാനായ ഖാദി സയ്യിദ് മുസ്ലിയാർ. ഈ സയ്യിദ് മുസ്ലിയാർ പൊന്നാനിയിൽ നിന്ന് പഠനം കഴിഞ്ഞ സന്ദർഭത്തിൽ ഈ ഹസൻകുട്ടി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ പഴയോട്ടപ്പള്ളിയിലേക്ക് മുദരിസായിട്ട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അതോടുകൂടെയാണ് 1700 കിഴൂരിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ ഒരു വൈജ്ഞാനിക പ്രതാപം ആരംഭിക്കുന്നത്. ഇതോടുകൂടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ വലിയ പണ്ഡിതന്മാർ മതപഠനത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഒഴുകി വന്നു എന്ന കിഴൂരിലേക്ക്. അത് വലിയ ദർസായിട്ട് വികസിച്ചു. അനവധി പണ്ഡിതന്മാർ വന്നു. ഈ ഒരു കാലഘട്ടത്തിൽ വടക്കേ മലബാറിലെ പൊന്നാനി എന്ന് കിഴൂർ ചരിത്രത്തിൽ പരാമർശിക്കപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സയ്യിദ് മുസ്ലിയാർ പിന്നീട് മംഗലാപുരം ഖാദിയായി. ചരിത്രത്തിൽ ഒരുപാട് സാമ്യതകളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഖാദി ഇബ്രാഹിം മുസ്ലിയാർ, കിഴൂർകാരനായ ഒരു കിഴൂർ ഇബ്രാഹിം മുസ്ലിയാർ സയ്യിദ് മുസ്ലിയാരുടെ വലിയ ശിഷ്യനാണ്, കാസർഗോട്ടുകാരനാണ്. സയ്യിദ് മുസ്ലിയാരുടെ കീഴിൽ പഠിക്കുന്നു. ശേഷം പൊന്നാനിയിലേക്ക് പോകുന്നു. ശേഷം മക്കയിലേക്ക് വന്നിട്ട് ഉന്നതമായ വിദ്യാഭ്യാസം നേടുന്നു. പഠിച്ചതിന് ശേഷം കിഴൂരിലേക്ക് തന്നെ വന്ന് തൊട്ടടുത്ത മറ്റൊരു പള്ളിയിൽ ദർസ് തുടങ്ങുന്നു. ഈ 2 ദർസ് വന്നോടുകൂടിയിട്ട് കിഴൂരിൻ്റെ മുഖം മാറി. വിദ്യാഭ്യാസത്തിൻ്റെ ദർസുകളുടെ ഒരു മഹാകേന്ദ്രമായിട്ട് വന്നു. അനവധി പണ്ഡിതന്മാർ ആ മേഖലയിലേക്ക് ഒഴുകി വന്നു. മഹാനായ
കിഴൂർ ഇബ്രാഹിം മുസ്ലിയാരുടെ ശിഷ്യന്മാരിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട 2 പേരാണ്. ഒന്ന് കാസർഗോഡ് 40 വർഷം ഖാദിയായിരുന്ന ഖാദി അബ്ദുള്ള ഹാജി. നമ്മുടെ ചരിത്രം നമ്മൾ അന്വേഷിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ഖാദി അബ്ദുള്ള ഹാജിയും അബ്ദുല്ലാഹിൽ ജംഹരിയും ഖാദി അബ്ദുള്ള ഹാജിയും അബ്ദുല്ലാഹിൽ ജംഹരിയും മഹാനായ കിഴൂർ ഇബ്രാഹിം മുസ്ലിയാരുടെ ദർസിൽ പഠിച്ച പണ്ഡിതന്മാരാണ്. അബ്ദുല്ലാഹിൽ ജംഹരി സിയം ഉസ്താദിന്റെ വല്യുപ്പ. ആ ഒരു പണ്ഡിത പാരമ്പര്യം, ആ വേരുമുട്ടുന്ന ഒരു ശ്രേണി നമുക്ക് കണ്ടെത്താൻ പറ്റും. ശരിക്കും ഈ 2 വ്യക്തിത്വങ്ങൾ കാസർഗോഡിന്റെ ചരിത്രത്തിലെ വലിയ പ്രതാപങ്ങൾക്ക് നിമിത്തമായി എന്നുള്ളതാണ്. മഹാനായ ഖാദി അബ്ദുള്ള ഹാജി ഒരുപക്ഷെ കഴിഞ്ഞ 100 വർഷത്തെ കാസർഗോഡിന്റെ ചരിത്രത്തിലെ, ഉത്തര മലബാറിന്റെ ചരിത്രത്തിലെ വലിയ പ്രതാപങ്ങൾ സൃഷ്ടിച്ച 3 നവോത്ഥാന നായകന്മാരുടെ, അല്ലെ 2 ഇസ്ലാമിക നവോത്ഥാന നായകന്മാരുടെ പേര് പറഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് ഖാദി അബ്ദുള്ള ഹാജി 40 വർഷം കാസർഗോഡ് ഖാദിയാവുകയും ഏറ്റവും വലിയ മറ്റൊരു പണ്ഡിതനാണ് ശരിക്കും മറ്റൊരു അബ്ദുള്ള മുസ്ലിയാർ. അതായിരുന്നു CM അബ്ദുള്ള മുസ്ലിയാർ, CM അബ്ദുള്ള മൗലവി. ശരിക്കും ഈ ഒരു ചരിത്ര പരിസരത്തിൽ നിന്നോ, നമ്മുടെ കുടുംബപരമായിട്ടുള്ള പ്രതാപത്തിന്റെ നടുവിൽ നിന്നോ, ഇനി ഒരു ജിയോഗ്രാഫിക്കലി ഭൂമിശാസ്ത്രമായിട്ട് കാസർഗോഡ് അല്ലെങ്കിൽ ഉത്തര മലബാറിന്റെ വൈജ്ഞാനികമായ പ്രതാപങ്ങൾ മുറ്റി നിൽക്കുന്ന പരിസരത്തിൽ നിന്നോ, അതിൽ 2ന്റെയും നടുവിൽ നിന്നോ ഒരു പണ്ഡിത കുടുംബം വളർന്നു വരികയാണ്. ഖാദി ഇബ്രാഹിം മുസ്ലിയാർക്ക് ശേഷം അദ്ദേഹത്തിന്റെ 2 ശിഷ്യന്മാർ, ഒന്ന് ഖാദി അബ്ദുള്ള ഹാജി അവിടെ വലിയ പ്രതാപത്തിലെത്തുന്നു. മഹാനായ അബ്ദുല്ലാഹിൽ ജംഹരി ഇവിടെ വലിയൊരു പ്രതാപത്തിലേക്ക് വളർന്നു പോകുന്നു. അദ്ദേഹത്തിന്റെ മകനായിട്ട് സി മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ വരുന്നു. സി മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാരുടെ ആ ഒരു പ്രതാപഘട്ടത്തോടുകൂടി കിഴൂർ ഖാദി എന്നുള്ളത് പോലും മാറിയിട്ട് ചെമ്പരിക്ക ഖാദിയായിട്ട് മാറുകയാണ്. കാരണം ആളുകളുടെ മൊത്തം കേന്ദ്രം, അവരുടെ ചിന്ത, അവരൊടുക്കിയെത്തുന്നത് ചെമ്പരിക്കയിലേക്കാണ്. CM ഉസ്താദിന്റെ കാലം വരുമ്പോഴേക്കും ഇതിന്റെ ഏറ്റവും മൂർത്തിമൽഭാവം എത്തിപ്പെടുന്ന ഒരു ഘട്ടം. CM ഉസ്താദ് ഇതിനെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസ മേഖലയിൽ, ആത്മീയ മേഖലയിൽ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു വഴികാട്ടിയായിട്ട് മുന്നിൽ നിൽക്കുന്നു. ചരിത്രത്തിലൂടെ നമ്മളിങ്ങനെ കണ്ണികളെ വേരുകളെ ചേർത്ത് വെക്കുമ്പോൾ അത്ഭുതമാണ്. CM ഉസ്താദ് എന്ന് പറയുന്ന ഒരു വലിയൊരു ചിന്തകന്റെ, ഒരു വിദ്യാഭ്യാസ പരിഷ്കർത്താവിന്റെ, നമുക്ക് ഉസ്താദിനെ കുറിച്ച് പറയാം, ഒരു കേവലം ട്രഡീഷണൽ സ്കോളർ എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൻ്റെ പൂർണ്ണതയിലോടൊപ്പം തന്നെ ആധുനിക കാലഘട്ടത്തെ ഒരു മോഡേൺ, ഒരു എഡ്യൂക്കേഷണൽ തിങ്കറായിട്ട്, ഒരു വിദ്യാഭ്യാസ ചിന്തകനായിട്ട് ഉസ്താദ് രൂപപ്പെടുന്നത് ഈ ഒരു പരിസരത്തിൽ നിന്നാണ്. ഒരു കേവല രൂപീകരണമായിരുന്നില്ല എന്ന് ചുരുക്കം, മറിച്ച് ഒരു സമൂഹത്തിന്റെ നിർമ്മിതിക്ക് പഠിച്ചവൻ ഓരോ ഘട്ടത്തിൽ ഓരോ പ്രത്യേകമായ പണ്ഡിതന്മാരെ രൂപപ്പെടുത്തി ഒരുക്കി വെക്കും. അതുപോലെ ഉത്തര മലബാറിന്റെ വൈജ്ഞാനികമായ പരിസരം വെച്ച് നോക്കുമ്പോൾ, അതിനെ അന്വേഷിക്കുമ്പോൾ നമുക്കറിയാം വലിയൊരു പാരമ്പര്യമുള്ള മണ്ണാണ്. അനവധി മക്കാമുകളും വലിയ വൈജ്ഞാനികമായിട്ടുള്ള പാരമ്പര്യം. മാൽദീനാറിന്റെ ഒരു മണ്ണ്, ആ പരിസരത്തിന്റെ ആ ഒരു പ്രതാപം നിലനിർത്താനും CM ഉസ്താദ് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ വളരെ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. സൗദിയ പോലെയുള്ള സ്ഥാപനത്തെ, അതിനെക്കുറിച്ചുള്ള ഉസ്താദിന്റെ ചിന്തകളും അത് സ്ഥാപിച്ചെടുക്കാനുള്ള ഉസ്താദിന്റെ യത്നങ്ങളുമൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. ഈ ചരിത്ര സന്ധികൾക്കിടയിൽ നിന്ന് നമ്മൾ ഉസ്താദിനെ വായിച്ചെടുക്കണം. എന്നെ നോക്കൂ, ഉസ്താദിന്റെ പരാമർശിക്കപ്പെട്ടു, നമുക്കറിയുന്ന ഉസ്താദിന്റെ പ്രവർത്തന മേഖലകൾ. നമ്മൾ ഉസ്താദിന്റെ ഒരു ഗോളശാസ്ത്രജ്ഞൻ എന്ന് മൊത്തത്തിൽ പറഞ്ഞു പോകും. ശരിക്കും ഉസ്താദിന്റെ, ഞാൻ പറഞ്ഞ ആ ഒരു കാലഘട്ടത്തിൽ ഉസ്താദിന്റെ രചനാ ലോകം കടന്നു പോകുന്ന തലങ്ങൾ അത്ഭുതമാണ്. ഞാൻ പറഞ്ഞല്ലോ, 1970-കളിൽ ഇസ്ലാമിക് ബാങ്കിങ്ങിനെ കുറിച്ച്, ഇൻഷുറൻസിനെ കുറിച്ച്, ഡാർവിനിസത്തെ കുറിച്ച്, ക്യാപിറ്റലിസത്തെ കുറിച്ച്, കമ്മ്യൂണിസത്തെ കുറിച്ചൊക്കെ മനോഹരമായിട്ട് ലേഖനം എഴുതുന്ന ഉസ്താദ് എഴുതി വെച്ച ലേഖനങ്ങൾ നമ്മളിങ്ങനെ എടുത്തു മറിച്ചു നോക്കുമ്പോൾ അത്ഭുതമാണ്. ഉസ്താദ് പ്രയോഗിച്ചിട്ടുള്ള പദപ്രയോഗങ്ങളും ഉസ്താദിന്റെ വൈജ്ഞാനികമായ കാഴ്ചപ്പാടുകളുമൊക്കെ. അതിനുശേഷം ചില പുസ്തകങ്ങളൊക്കെ നമ്മൾ സമാഹരിച്ച് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഉസ്താദിന്റെ എളിമയായ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഉസ്താദിന്റെ ഒരു സദിയാ നഷ്ടത്തിലൂടെ ഉസ്താദിന്റെ ആ ഒരു ക്രിയേറ്റിവിറ്റിയെ പോലും അത് ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഞാൻ നേരത്തെ ഉസ്താദിനെ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന ഒരു അവസരത്തെക്കുറിച്ച് പറഞ്ഞു. ശേഷം ഞാൻ മനോഹരമായ ഒരു ഇന്റർവ്യൂ തയ്യാറാക്കി. ഉസ്താദുമായിട്ട് ദീർഘനേരം സംസാരിച്ച്
ഒരു ഇൻ്റർവ്യൂ തയ്യാറാക്കി. ഉസ്താദിനോട് പറഞ്ഞു, ഇതൊന്ന് ഏതെങ്കിലും ഒരു മാഗസിനിൽ പബ്ലിഷ് ചെയ്യാൻ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, ഉസ്താദിൻ്റെ ഒരു ഫോട്ടോ തരണം. നമ്മുടെ അന്ന് ഉസ്താദിനെ പരിചയപ്പെട്ട് തുടങ്ങുന്ന ഒരു സമയം. ഉസ്താദ് ചോദിച്ചു, ഇത് ആര് പബ്ലിഷ് ചെയ്യാനാണ്? ഇത് ഏതെങ്കിലും മാഗസിനിൽ ഇത് പബ്ലിഷ് ചെയ്തു വരുമോ? എന്നെക്കുറിച്ച് ഉസ്താദിൻ്റെ ഒരു എളിയ മനസ്സ്, കാസർഗോഡിൻ്റെ ഒരു വൈജ്ഞാനിക മേഖലയിൽ ഒരു ഖാദി എന്നുള്ളതിലൊക്കെ അപ്പുറം സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് ഉസ്താദ് ചോദിക്കുന്നത്, എന്നെക്കുറിച്ചൊരു ഇൻ്റർവ്യൂ ഒരു മാഗസിനിൽ പബ്ലിഷ് ചെയ്തു വരുമോ? ഉസ്താദിൻ്റെ എളിമയോടെയുള്ള ഒരു സംസാരം. പക്ഷെ അത് പബ്ലിഷായിട്ട് വന്നു. സത്യധാരയിൽ വലിയൊരു വളരെ കവറേജോടുകൂടി തന്നെ പബ്ലിഷായിട്ട് വന്നു. ഒരുപക്ഷെ ഉസ്താദിനെ കുറിച്ച് ആദ്യമായിട്ട് പൊതു ഇടത്തിൽ നമ്മുടെ ഒരു മാഗസിനുകൾ പബ്ലിഷ് ചെയ്തു വരുന്ന ഒരു ആർട്ടിക്കിൾ, ഒരു ഇൻ്റർവ്യൂ അതായിരിക്കണം. അതിന് മുമ്പ് മറ്റേ പുറത്തെവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും അത്രമാത്രം ഒരു സാത്വികമായ, ഒരു ലളിതമായ, ഒരു ഇഖ്ലാസോടുകൂടെയുള്ള വിനയാന്വിതമായ ഒരു മനസ്സ്. അവസാന കാലഘട്ടത്തിലെ ഉസ്താദിനെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് എല്ലാം മറച്ചു വെച്ച്, എല്ലാം തുറന്നു കൊടുക്കാതെ ഉസ്താദ് തൻ്റെ ആ ഒരു വലിയ നഷ്ടത്തെ മനസ്സിൽ വെച്ച് ജീവിക്കുന്ന, എന്നാലോ നമ്മളിത് അന്വേഷിച്ചു പോകുന്തോറും ഉസ്താദിൻ്റെ ചിന്താലോകം അത്രയും വിപുലമാണ്. 1983 കാസർഗോഡ് വെച്ച് സഅദിയയിൽ വെച്ച് അദ്ദഅ്വ എന്ന് പറയുന്ന ഒരു മാഗസിൻ ഇറങ്ങുന്നുണ്ട് പച്ച മലയാളത്തിൽ. അൽ-മുഅല്ലിം പോലെയുള്ള അറബി മലയാള മാഗസിനുകൾ നമ്മൾക്കിടയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് കാസർഗോഡ് വെച്ച് അദ്ദഅ്വ എന്നുള്ള പേരിൽ ഉസ്താദ് എഡിറ്ററായിട്ട് 8 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ശുദ്ധമായ മലയാളത്തിലുള്ളൊരു മാഗസിൻ. ഡോക്ടർ CK കരീം തൻ്റെ കേരള മുസ്ലിം ഡയറക്ടറിയിൽ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. കാസർഗോട്ടുകാരനായ CM അബ്ദുള്ള മൗലവി എഡിറ്റർഷിപ്പോടുകൂടി പുറത്തിറങ്ങിയ അദ്ദഅ്വ എന്ന് പറയുന്ന മാഗസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതെടുത്ത് മറിച്ചു നോക്കുമ്പോൾ എത്ര സമ്പന്നമായ ലേഖനങ്ങൾ. ഒരു കേവലം ഒരു എഡിറ്റർ എന്നുള്ള നിലയ്ക്ക് പേരിന് മാത്രം ചുരുങ്ങുന്നതായിരുന്നില്ല. 1983 മുതൽ 8 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു മാഗസിൻ്റെ പഴയ കോപ്പികൾ എടുത്ത് നമ്മളിങ്ങനെ മറിച്ചു നോക്കുമ്പോൾ ശരിക്കും ആരായിരുന്നു CM ഉസ്താദ് എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഓരോന്നിലും വിവിധ ലേഖനങ്ങൾ, വിവിധ വിഷയങ്ങളെക്കുറിച്ചിട്ട്. സാമ്പത്തിക ശാസ്ത്രം ഉസ്താദിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട്, പലിശയുമായിട്ട് ബന്ധപ്പെട്ട്, സാമ്പത്തിക ക്രയവിക്രയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അനവധി ലേഖനങ്ങൾ. അൽഹംദുലില്ലാഹ് അത്തരം ലേഖനങ്ങളെ മാത്രം സമാഹരിച്ചുകൊണ്ട് പിന്നീട് നമ്മളതൊരു പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തു. സാമ്പത്തിക ശാസ്ത്രം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്നുള്ള പേരിൽ ഉസ്താദിൻ്റെ വഫാത്തിന് ശേഷം ഈ ലേഖനങ്ങൾ മാത്രം സമാഹരിച്ച് കോഴിക്കോട് SKSF-ന് കീഴിലുള്ള ഇസാ ബുക്ക് സ്റ്റാൾ ഉസ്താദിൻ്റെ ഒരു പുസ്തകമായിട്ട് അത് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. മാത്രമല്ല വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഉസ്താദ് അന്ന് എഴുതി വെച്ച വലിയ ലേഖനം അതും അതേപോലെ സമാഹരിച്ചുകൊണ്ട് നമ്മളൊരു പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തു. ഗോളശാസ്ത്രത്തിലെ ഉസ്താദിൻ്റെ വിവിധ ലേഖനങ്ങൾ. ഗോളശാസ്ത്രം ഉസ്താദിൻ്റെ ഒരു പ്രധാന ഏരിയ എന്നുള്ളതിലപ്പുറം ഉസ്താദ് അതിനെ സ്വീകരിച്ചൊരു മെത്തഡോളജിയാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ ഗോളശാസ്ത്ര ഇൽമുൽ മീഖാത്തുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രത്തിൽ ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ് ഇവിടുത്തെ വലിയൊരു വ്യക്തിത്വം. 1919 അദ്ദേഹം മരിച്ചതിന് ശേഷം ശരിക്കും അതുമുതൽ 2010 CM ഉസ്താദ് മരിക്കുന്നത് വരെയുള്ള ഏകദേശം 1 നൂറ്റാണ്ട് അല്ലെങ്കിൽ 90 വർഷ കാലഘട്ടത്തെ ചരിത്രത്തിൽ ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെപ്പോലെ ഗോളശാസ്ത്രത്തിൽ ഇത്രമാത്രം ആഴത്തിൽ സംഭാവന ചെയ്തൊരു വ്യക്തിത്വമുണ്ടെങ്കിൽ അത് CM ഉസ്താദ് മാത്രമായിരിക്കും. CM ഉസ്താദിൻ്റെ ഗോളശാസ്ത്രത്തിൽ ഇടപെടലുകൾ എന്ന് പറയുന്നത് അത് കേവലം ഇടപെടലല്ല, മറിച്ച് അതിൻ്റെ ആഴത്തിലേക്ക് പഠിക്കുന്നതോടൊപ്പം തന്നെ ഉസ്താദ് ചില തിരുത്തുകൾ നൽകുകയായിരുന്നു. പള്ളി ദർസുകളിൽ ഹിസാബ്, ഗണിത, ഈ ഉപ്പലൈറ്റിസ് പോലെയുള്ള ഈ പഴയ ഗ്രീക്ക് യവന പരിസരത്തിലുള്ള കണ്ടെത്തലുകളുടെ ബേസിക്കായിട്ട് പഠിപ്പിക്കപ്പെടുന്ന ചില ഗണിത ഗോളശാസ്ത്ര കൃതികളുണ്ട്. അതിലൂടെ വസ്തുതയിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തേണ്ടി വരും, സമയം ചെലവഴിക്കും. പക്ഷെ മോഡേൺ സയൻസിനെ ഇതിലേക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ പെട്ടെന്ന് റിസൾട്ടിലെത്താൻ പറ്റും. ഈ ഒരു വസ്തുത തിരിച്ചറിഞ്ഞ ഉസ്താദ് ആധുനിക ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗോളശാസ്ത്ര ഖിബില നിർണയത്തെയും ഹിസാബിനെയും ഒക്കെ പുതിയ നിലക്ക് ദർസിൽ പഠിക്കുന്ന അല്ലെങ്കിൽ മതമേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു പുതിയ സിസ്റ്റത്തെ
ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. ശരിക്കും അതാണ് ഒരു 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 കണ്ടെത്തൽ തരത്തിലാണ് ഉസ്താദ് ഈ ഒരു മേഖലയെ സമീപിക്കുന്നത്. ഉസ്താദിൻ്റെ ആദ്യ ഗോളശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ 3 കൃതികൾ ലോഗരിതം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഈ ഖിബിലയെ കണ്ടെത്താൻ അല്ലെങ്കിൽ ഇത്തരം ഹിസാബിനെ എങ്ങനെ നിർദ്ധാരണം ചെയ്യാൻ പറ്റുമെന്ന് ടോളമിയുടെയും അരിസ്റ്റോട്ടലിൻ്റെയും ആ ഒരു ചിന്ത വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പ്രയാസമാണ്. പക്ഷേ ഈ ലോഗരിതം വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റും. ഈ ഒരു ഗണിത സാധനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉസ്താദ് പുതിയ തലമുറയെ അല്ലെങ്കിൽ ദർസുകൾ അറബി കോളേജിലോ പഠിപ്പിക്കുന്ന ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് ഇതിനെ കണ്ടെത്താൻ മോഡേൺ ശാസ്ത്രത്തെയും ഈ ഒരു വിജ്ഞാന ശാഖയും സമ്മിശ്രമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു വലിയൊരു ഇടപെടൽ. മാത്രമല്ല അതിനുശേഷം ഗ്രന്ഥം എഴുതും. നമുക്കറിയാം, ഒരു ട്രഡീഷണൽ സ്കോളർ എന്നുള്ളതിൽ അപ്പുറത്തേക്ക് ആ ഒരു ട്രഡീഷണൽ പാണ്ഡിത്യത്തിൻ്റെ മൂർധന്യതയിൽ നിന്നുകൊണ്ട് പുതിയൊരു കാലഘട്ടത്തിന് വെളിച്ചമായിട്ട് വലിയൊരു വാതിൽ തുറന്നു കൊടുക്കുകയായിരുന്നു ഉസ്താദ്. ഗോളശാസ്ത്രത്തിലെ ഉസ്താദ് അന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്ന് ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട്, കേവലം നമുക്കിന്ന് ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ പറയുമ്പോൾ ഉസ്താദ് തന്നെ അതിനെ ക്രിയേറ്റീവായിട്ട് ആണ് ഉപയോഗിക്കുന്നത്. ഈ വിജ്ഞാന ശാഖയുടെ അതിൻ്റെ വൈപുല്യ മേഖലയിൽ ഏതൊക്കെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അതിൻ്റെ എൻഡിൽ വരെ ഉസ്താദ് പോകും. അപ്പോൾ അമേരിക്കയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന നാസയുടെ ഗോളശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കൃതി ഉസ്താദിനെ ലഭിക്കണം. അതിന് ആരൊക്കെയാണോ ബന്ധപ്പെടേണ്ടത് അവരെയൊക്കെ ബന്ധപ്പെടും, എന്നിട്ട് അത് ലഭ്യമാക്കും. എന്നിട്ട് ഏറ്റവും അപ്ഡേറ്റഡായ നോളേജ് വെച്ചുകൊണ്ടാണ് ഈ ഗോളശാസ്ത്രത്തെ ഉസ്താദ് നിർദ്ധാരണം ചെയ്തിരുന്നത്. അത്ഭുതമാണ്. ഇന്ത്യ ചന്ദ്രയാൻ പരീക്ഷിച്ച ഒരു സമയം, ചന്ദ്രയാൻ വളരെ വിജയകരമായി പരീക്ഷിച്ച ഒരു സന്ദർഭത്തിൽ ഈ ഇത്തരം കണ്ടെത്തലുകളുമായിട്ട് ബന്ധപ്പെട്ട് നാസയുടെ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് MIC-യിൽ ഒരു ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു. നാസയുടെ റിസോഴ്സ് പേഴ്സൺ മലപ്പുറത്ത് നിന്ന് വന്ന് ക്ലാസ് എടുക്കാൻ വന്നു. ഈ വിഷയം കേട്ടപ്പോൾ ഉസ്താദിന് വലിയ സന്തോഷം. ഉസ്താദ് പറഞ്ഞു, എനിക്കും ആ ക്ലാസ്സിൽ പങ്കെടുക്കണം. ആ ദിവസം വളരെ നേരത്തെ തന്നെ ഉസ്താദ് ക്യാമ്പസിലെത്തി. അയാൾ ക്ലാസ് അവതരിപ്പിച്ചു. പക്ഷെ കുട്ടികളെക്കാൾ അന്ന് അയാളോട് ക്ലാസ് എടുക്കാൻ വന്ന റിസോഴ്സ് പേഴ്സണിനോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് ഉസ്താദായിരുന്നു. ഈ മേഖലയിൽ കാരണം അത്രമാത്രം കാഴ്ചപ്പാടുള്ളൊരു വ്യക്തിത്വമാണ്. ആഴത്തിൽ ചിന്തിക്കുന്നു, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ചിന്തകളാണ് ഈ മേഖലയിൽ. ഏറ്റവും പുതിയ പുസ്തകങ്ങൾ മാത്രം വായിക്കുന്നു. എനിക്കൊക്കെ ഹിസാബ്, കണക്ക് എന്ന് പറയുന്നത് എനിക്ക് തലക്ക് വഴങ്ങാത്തൊരു സാധനമാണ്. പക്ഷെ ഉസ്താദിന് മുമ്പിൽ വരുമ്പോൾ ഉസ്താദ് അതങ്ങനെ പറയുന്നുണ്ടാകും. ഉസ്താദിന് ഒരാളെ മുമ്പിൽ കിട്ടിയാൽ മതി, ഉസ്താദിന് ആവേശമാണ്. പക്ഷെ നമ്മളങ്ങനെ ഇരുന്ന് കൊടുക്കും, തലയാട്ടി കൊടുക്കും, ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കും. ഉസ്താദിന് വലിയ സന്തോഷമാണ്. അത്രമാത്രം ഒരു ഉസ്താദിൻ്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉസ്താദിൻ്റെ ഭൗതിക തലത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്യാങ് ശരിക്കും ഉസ്താദ് ഒരു സമന്വയ സ്ഥാപനത്തിലൂടെ പുറത്തു വരുന്ന വലിയൊരു തലമുറയാണ് കണ്ടിരുന്നത്. പക്ഷെ ഉസ്താദിൻ്റെ ജീവിതകാലത്ത് അതിൻ്റെ ദാറുൽ ഹുദയിലേക്ക് സ്ഥാപനത്തെ ചേർത്തപ്പെട്ടതിന് ശേഷം ഉസ്താദിൻ്റെ വഫാത്തിന് ശേഷമാണ് അവിടുന്ന് വിദ്യാർത്ഥികൾ പുറത്തു വരുന്നത്. ഏതായിരുന്നാലും ഉസ്താദിൻ്റെ ആ ഒരു ചിന്താലോകം അത്ഭുതമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉസ്താദ് സ്വീകരിച്ച എഴുത്തിൻ്റെ മേഖലയിൽ ഉസ്താദ് സ്വീകരിച്ച ഓരോ വിഷയങ്ങൾ, ഔറംഗസീബിൻ്റെ മത നിയമത്തെക്കുറിച്ച്, മതവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഡിസ്കഷനെ കുറിച്ച്, സമൂഹത്തിൽ കത്തി നിൽക്കുന്ന ഏതൊക്കെ വിഷയങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഉസ്താദിൻ്റെ ലേഖനങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ ഉസ്താദിൻ്റെ ഗോളശാസ്ത്രത്തെ മാത്രം നമ്മൾ ഭയങ്കര സംഭവമായിട്ട് അവതരിപ്പിക്കും. പക്ഷെ അതേപോലെ അതത് കാലഘട്ടത്തിൽ ശരീഅത്തുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യപ്പെട്ട് ഇവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് മാത്രം ആഴത്തിലുള്ള ലേഖനങ്ങൾ എഴുതി ഉസ്താദ്. ഞാൻ പറഞ്ഞല്ലോ, ഡാർവിനിസത്തെക്കുറിച്ച് പോലും, യുക്തിവാദത്തെക്കുറിച്ച് പോലും, ശരീഅത്ത് ഇസ്ലാമിക കർമ്മശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നിലെ യുക്തിയെക്കുറിച്ച്, ഇസ്ലാമും അതിൻ്റെ യുക്തിപരമായ യുക്തിസഹമായ പരിസരവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റിയ ഒരു വലിയ ഒരു എഴുത്തുകാരനായിരുന്നു. ഒരു കേവലം എഴുത്തുകാരനല്ല, പൊതു ഇടങ്ങളിൽ വായിക്കാൻ പറ്റിയ ഇസ്ലാമിനെ കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ടാക്കുന്ന ലേഖനങ്ങൾ എഴുതിയ ഒരു വലിയ മനുഷ്യൻ. അദ്ദവ എന്ന് പറയുന്ന ഒരു മാഗസിൻ്റെ ചീഫ് എഡിറ്റർ. പക്ഷേ ഉസ്താദിൽ നമ്മൾ കാണുന്ന ഒരു പാരഡോക്സ്, ഒരു വെറൈറ്റി എന്ന് പറയുന്നത്, ഒരേ സമയത്ത് ഉസ്താദ് അറബിയിൽ എഴുതുന്നു, മനോഹരമായിട്ട് ഉറുദു സംസാരിക്കുന്നു, അതേ സമയത്ത് മലയാളത്തിൽ, ശുദ്ധ മലയാളത്തിൽ എഴുതുന്നു, ഇംഗ്ലീഷിൽ രചന നടത്തുന്നു. അതൊക്കെ. പക്ഷെ അതേ സമയത്ത് 1961 ഉസ്താദ് അറബി മലയാളത്തിൽ പുസ്തകം എഴുതുന്നു. കേരളത്തിൻ്റെ ഒരു വൈജ്ഞാനിക പരിസരത്തിൽ മഹാവിസ്ഫോടനം സൃഷ്ടിച്ച ഒരു ഏരിയ ആയിരുന്നു അറബി മലയാളം.
ഏകദേശം 1950-60 കാലം വരെ കേരളത്തിലെ പണ്ഡിതന്മാർ നിരന്തരമായിട്ട് പിന്തുടർന്നു വന്നിരുന്ന ഒരു ഏരിയയാണ്. നമുക്കറിയാം, മഹാനായ ഖാദി മുഹമ്മദ് മുതൽ ആദ്യത്തെ മൊഹിദ്ദീൻ മാല മുതൽ ഇങ്ങോട്ടുള്ള ഒരു വലിയ 5 നൂറ്റാണ്ട് കാലത്തെ മാപ്പിളയുടെ ചിന്തയുടെ ഇന്റലക്ച്വലിസത്തിൻ്റെ ഒരു വലിയൊരു പൈതൃക സ്വത്തായിരുന്നു ഇത്. ഈ ഒരു പൈതൃക പാരമ്പര്യത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്താൻ 1961 ഫത്തുഹുൽ കൻസ് ഫി കറാമാത്തി വലിയിൽ ജംഹരി അങ്ങനെ മറ്റൊരു പേരിൽ ഫത്തുഹുൽ കൻസ് എന്നുള്ള പേരിൽ ചെമ്പരിക്ക മാല എഴുതുന്ന 1961 ഇത് പബ്ലിഷ് ചെയ്യുന്നത് തിരൂരങ്ങാടി ആമിറുൽ ഇസ്ലാം. കാസർഗോഡിൻ്റെ ഈ മുക്കുമൂലയിൽ നിന്ന്, കാസർഗോഡ് പോലും രൂപം കൊള്ളാത്ത ദക്ഷിണ കന്നഡയുടെയും കണ്ണൂരിൻ്റെയും ഭാഗമായി വർത്തിച്ചിരുന്ന ഒരു ഏരിയയിൽ നിന്ന് 1961 ക്രിയേറ്റീവായിട്ടുള്ള ഒരു അറബി മലയാളത്തിലെ രചന എഴുതിയിട്ട് മലപ്പുറത്ത് തിരൂരങ്ങാടിലെ വിഖ്യാതമായ ആമിറുൽ ഇസ്ലാം പബ്ലിഷേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് പബ്ലിഷ് ചെയ്തിരുന്ന ഉസ്താദ്. ഞാൻ പറയുന്നത് ആ ഒരു മാപ്പിളയുടെ ചിന്തയുടെ ആഴത്തിലുള്ള ആ ഒരു അറബി മലയാള പൈതൃകത്തിൻ്റെ കണ്ണിയിലേക്ക് തൻ്റെ സർഗാത്മകതയെ ചേർത്ത് വെച്ചൊരു ഉസ്താദിനെ നമ്മൾ അവിടെ കാണും. ആ ചിന്തയുടെ കണ്ടിന്യൂറ്റിയാണ് പിന്നീട് നാം പറഞ്ഞ 70-ലും 80-ലും അറബിയും മലയാളവും ഇംഗ്ലീഷിലെത്തി നിൽക്കുന്ന ഉസ്താദിനെയാണ് ഒടുവിൽ നമ്മൾ കാണുന്നത്. നേരത്തെ ആരോ സൂചിപ്പിച്ചതുപോലെ ഇനിയും ഉസ്താദ് ജീവിക്കുമായിരുന്നെങ്കിൽ വീണ്ടും വിസ്മയങ്ങൾ ഉസ്താദ് സൃഷ്ടിക്കുമായിരുന്നു. കാരണം 85-ാമത്തെ വയസ്സിൽ, നമുക്കറിയാം മംഗലാപുരം ഖാദിയാകുന്നത് ഏകദേശം 84-85-ാമത്തെ വയസ്സിൽ ഒരു 20-കാരൻ്റെ പ്രസരിപ്പോടുകൂടെയാണ് ഉസ്താദ് അവിടെ പ്രവർത്തിക്കുന്നത്. ഒരു 20-കാരൻ്റെ പ്രസരിപ്പോടുകൂടി. നിങ്ങൾ നോക്കൂ, ഒരു സമൂഹത്തിൽ എങ്ങനെ മാറ്റമുണ്ടാക്കണമെന്ന് ഉസ്താദിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഉസ്താദ് ആദ്യമായിട്ട് മംഗലാപുരത്തേക്ക് പോയിട്ട് ചെയ്യുന്നത് എന്താ? അവിടെ ഒരു പുതിയൊരു മുഷാവറ സംവിധാനം സ്ഥാപിക്കുന്നു, പണ്ഡിതന്മാരുടെ ഒരു കൂട്ടായ്മ. അതോടുകൂടി ഒരു വ്യവസ്ഥ വന്നു. രണ്ടാമതായിട്ട് ഉസ്താദ് അവിടെ ചെയ്യുന്നത് മംഗലാപുരം ഖാദിമാർ എന്ന് പറയുന്ന ഒരു പുസ്തകം രചിക്കുന്നു. അതോടുകൂടിയിട്ട് അവിടെ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു കുറ്റി രൂപപ്പെടുന്നു. മൂന്നാമതായിട്ട് ഉസ്താദ് ചെയ്യുന്നത് അവിടുത്തെ മാലിദ്ദീനാർ സംഘത്തിൽ നിന്ന് അവിടെ വന്ന് അന്ത്യവിഷമം കൊള്ളുന്ന ഒരു മഹാൻ, ആ മഹാനെ കുറിച്ചൊരു മൗലിദ് എഴുതുന്നു. ആകെ മാസങ്ങളാണ്, ഒരു വർഷത്തിൻ്റെ അടുത്താണ് എന്ന് തോന്നുന്നു മംഗലാപുരം ഖാദിയായത്. നമ്മൾ ഓർക്കണം, മൂന്നാമതായിട്ട് ഉസ്താദ് ഒരു മൗലിദ് എഴുതുന്നു. ഇതോടുകൂടിയിട്ട് ഈ ഒരു നമ്മുടെ വേരുകളെ മൊത്തം കൊണ്ടെത്തിക്കുന്ന ആ ഒരു പണ്ഡിതനെ ഓരോ വീട്ടിലും നിരന്തരമായിട്ട് പാടിപ്പുകയത്തുന്ന ഒരു അനുസ്മരണത്തിനുള്ള ഒരു വേര്, ഒരു പാശം, ഒരു കയർ ഉസ്താദ് കെട്ടിക്കൊടുക്കുക. നാലാമതായിട്ട് ഉസ്താദ് പട്ടിക്കാട് ജാമ്യാനൂരിയെ പോലെയുള്ള ഒരു വലിയൊരു സ്ഥാപനം ഈ ഏരിയയിൽ വരണമെന്ന് പറഞ്ഞ് ഉസ്താദ് വലിയൊരു പ്ലാനിങ് തയ്യാറാക്കുന്നു. ഈ പ്ലാനിങ് വളരെ കൃത്യമായിട്ട് ഉസ്താദ് തൻ്റെ ആത്മകഥയുടെ അവസാനത്തിൽ എഴുതി വെക്കുന്നുണ്ട്. കാരണം ഉസ്താദിന് രോഗവും സാധനമൊക്കെ വന്നേരം ഒരുപക്ഷെ എൻ്റെ ജീവിതകാലത്തിൽ ഇത് നടക്കുമോ എന്നറിയൂല. അതുകൊണ്ട് ഈ ഒരു സ്ഥാപനം ഇവിടെ ഉയർന്നു വരണമെന്ന് ഉസ്താദ് ചിന്തിച്ചു. നിങ്ങൾ നോക്കൂ, കേവലം 9-10 മാസങ്ങളെ കൊണ്ട് ഒരു നാടിനെ, വളരെ ചുരുങ്ങിയ മഹല്ലുകൾ മാത്രമുണ്ടായിരുന്ന ഒരു നാട്, 100 കണക്കിന് മഹല്ലുകൾ നിരന്തരമായിട്ട് ഉസ്താദിന്റെ പിന്നാലെ കൂടി. 86-87 വയസ്സിലും ഒരു 20-കാരൻ്റെ പ്രസരിപ്പോട് കൂടിയിട്ട് കാസർഗോഡും മറ്റും എല്ലാം നോക്കുന്നതോടൊപ്പം ഒരു മംഗലാപുരത്തിന്റെ മേഖലയിലേക്ക് ഉസ്താദിന്റെ കടന്നുവരവ് സംഭവമായിരുന്നു. ഇതിനൊക്കെ വീക്ഷിക്കുന്നൊരു സമൂഹം. ഏതായിരുന്നാലും നമ്മൾ ഉസ്താദിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇത്രമാത്രം നമ്മൾ ഉസ്താദിനെ മനസ്സിലാക്കേണ്ടത് ആ ഒരു അർത്ഥത്തിലാണ്. ഉലമാ ആക്ടിവിസം എന്ന് പറയുന്ന ഒരു സാധനത്തെ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ, കഴിഞ്ഞ ഒരു സ്വാതന്ത്ര്യാനന്തര കാസർഗോഡിൻ്റെ ഹിസ്റ്ററിയിൽ കാസർഗോഡിൻ്റെ പിതാവായിട്ട് നമുക്ക് സ്ഥാപിക്കാൻ, എടുത്തു കാണിക്കാനുള്ള ഒരു സ്കോളർ, ഒരു കേവലം സ്കോളർ എന്നുള്ളപ്പുറം ഒരു മാതൃകാ സ്കോളർ തത്വത്തിൽ മാത്രമല്ല, പ്രാക്ടിക്കലി. നമ്മൾ അത്തിപ്പറ്റ ഉസ്താദിനെ കുറിച്ച്, സൂഫിസത്തെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾക്കൊരു സൂഫിസത്തെ, തസൗഫിൻ്റെ ഒരു വലിയൊരു കൃതിയെ, ഇഹ്യാ ഉലൂമുദ്ദീനെ നിങ്ങൾക്ക് ജീവിതാവിഷ്കാരമായി കാണണോ, നമ്മുടെ അത്തിപ്പറ്റ ഉസ്താദിനെ നോക്കിയാൽ മതി എന്ന് പറയുന്നത് പോലെ ഒരു വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ തിയറിയെ തൻ്റെ ലൈഫിലൂടെ പ്രാക്ടിക്കലൈസ് ചെയ്ത ഒരു സ്കോളറെ നമുക്ക് കാണണമെങ്കിൽ CM ഉസ്താദിൻ്റെ ജീവിതത്തെ നമ്മളൊന്ന് പഠിച്ചാൽ മതി. ഞാൻ പറയുന്ന CM ഉസ്താദിൻ്റെ 3 ഭാഗങ്ങളായി പകുത്ത ജീവിതത്തിലെ രണ്ടാമത്തെ ഘട്ടം അത് വലിയ ചിന്തകളാണ്. ആ ഒരു ചിന്തയെ, അതിൻ്റെ ഒരു തുടർച്ചയായി നമുക്ക് ഇനിയും പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും.
ഏതായിരുന്നാലും ആ ഒരു ചിന്ത, അതല്ലെങ്കിൽ ഉസ്താദ് അന്ന് സ്ഥാപിച്ചു വെച്ചിരുന്ന ആ ഒരു സമൂഹ നിർമ്മിതിക്ക് ചെയ്തു വെച്ചിരുന്ന വലിയ പദ്ധതികൾ, ഉസ്താദിലുള്ള പ്രതീക്ഷ, സൂഫിസവും തസൂഫുമായിട്ട് ബന്ധപ്പെട്ട ഉസ്താദിൻ്റെ ഒരു അടുപ്പം, ഒരു സാത്വികമായ വ്യക്തിത്വം, വളരെ സൂക്ഷ്മതയുള്ള ജീവിതം. മറ്റൊരു വശമാണ്, സമയമില്ല, ഞാൻ അവസാനിപ്പിക്കുന്നു, ഉസ്താദിൻ്റെ ആ സൂക്ഷ്മതയുള്ള ജീവിതം. ഒരിക്കൽ ഒരു മഹലിൽ നിന്നൊരു പരാതി വന്നു. ഒരു ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ ഖിറാത്ത് ശരിയില്ല. ആളുകൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഉസ്താദിനെ വന്ന് കേൾപ്പിച്ചു കൊടുത്തു. ഉസ്താദ് പറഞ്ഞു, റെക്കോർഡ് ഇത് കേട്ടുകൊണ്ടൊന്നും നമുക്ക് നിയമം പറയാൻ പറ്റൂല. ഉസ്താദ് പറഞ്ഞു, ഞാൻ അവരുടെ മഹലിലേക്ക് വരാം. ഉസ്താദ് ഒരിക്കൽ മഹലിൽ ചെന്നു. അറിയാതെ, അന്ന് ഇമാം നിന്നത് ആ ഇമാമാണ്. വളരെ മനോഹരമായ ഖിറാത്ത്. ഉസ്താദ് കേട്ടതിന് ശേഷം കമ്മിറ്റിക്കാരെ മാത്രം വിളിച്ചിട്ട് പറഞ്ഞു, വളരെ മനോഹരമായ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ചിട്ടുള്ള ഖിറാത്താണ് അദ്ദേഹം നടത്തിയത്. ഒരിക്കലും നിങ്ങൾ അദ്ദേഹത്തെ മാറ്റാൻ പാടില്ല. ക്രിയാത്മകമായിരുന്നു ഉസ്താദിൻ്റെ രീതികൾ. വളരെ ക്രിയാത്മകമായ രീതിയിലൂടെ ഉസ്താദ് വഫായത്തായതിനു ശേഷം ഉസ്താദിൻ്റെ ഒരുപാട് ഗ്രന്ഥങ്ങളും സമാഹരിക്കുന്നതിന് വേണ്ടി ചെന്നപ്പോൾ ഉസ്താദ് ഓരോ മഹല്ലത്തിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട്, അവിടുത്തെ ഇടപെടലുകളെക്കുറിച്ച്, പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കേവലം ഖാദി എന്നുള്ളതിലപ്പുറം ഖാദി ആക്ടിനെ കുറിച്ച് പോലും നല്ല ബോധത്തോടു കൂടി ഒരു സമൂഹ നിർമ്മിതിയെക്കുറിച്ച് ചിന്തിച്ച ആളായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ബഹുമുഖ വ്യക്തിത്വം, ഒരു വേഴ്സറ്റൈൽ ജീനിയസ് എന്ന് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുമെങ്കിൽ CM ഉസ്താദിനെ നമുക്കത് പൂർണ്ണാർത്ഥത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഏതായിരുന്നാലും ആ ഒരു ചിന്ത എന്നും നമുക്ക് മാതൃകയാവട്ടെ, നമുക്ക് വലിയൊരു വെളിച്ചമാവട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. ഈ ഒരു സംഗമം, ഈ ഒരു പ്രവാസ ലോകത്ത് നമ്മൾ ഉസ്താദിനെ ഇത്രമാത്രം സജീവമായിട്ട് ഓർക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പ്രത്യേക ദിവസത്തിൽ നമ്മൾ ഓർക്കുന്നത് ആ പ്രവർത്തനത്തെ സമൂഹം, ജനങ്ങൾ, കേരളം, അതിനപ്പുറത്തേക്കുള്ള ഒരു ലോകം എത്രമാത്രം നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഉസ്താദ് വഫാത്തായ സമയത്ത് ഞാനിവിടെ ഇല്ല, ജെന്യൂലാണ്. രാവിലെ ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഉസ്താദുമായിട്ട് 2-3 വർഷത്തിലാണ് ഞാൻ അടുക്കുന്നത്, പക്ഷേ ഒരു എഴുതുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഉസ്താദ് ഭയങ്കര താല്പര്യമായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രത്യേകം ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരിക്കൽ ഞാൻ കാസർഗോഡ് മുസ്ലിം ചരിത്രം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതുന്ന സന്ദർഭത്തിൽ കാസർഗോട്ടെ ഒരുപാട് സാഹിത്യകാരന്മാരെയും ചിന്തകന്മാരെയൊക്കെ സമീപിച്ചു. പക്ഷേ അന്നിങ്ങനെ ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ടുള്ള ഒരാൾ വന്നിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക, എഴുതി വെക്കുക എന്നൊക്കെ പറയുമ്പോൾ പലർക്കും അത് ദഹിച്ചില്ല. അപ്പോൾ ഉസ്താദായിരുന്നു എൻ്റെ പിന്നിൽ ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ. ഉസ്താദ് അതിന് വലിയ സപ്പോർട്ട് നൽകി. പല സാഹിത്യകാരന്മാരും അതിനെ റിജക്റ്റ് ചെയ്തു. ഓരോ വ്യക്തിയുടെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം എന്നോട്, നിങ്ങൾ ഇതുവരെ എന്തൊക്കെ കളക്ട് ചെയ്തത് എന്ന് ചോദിച്ചു. ഞാൻ പലതും ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം തീരെ സഹകരിച്ചില്ല. കുറേ ദിവസങ്ങൾക്ക് ശേഷം ആളെ വിട്ട് അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ചില അസുഖങ്ങളൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്, കേരളത്തിൽ എനിക്ക് വലിയ സ്വാധീനമുണ്ട്, ഈ പുസ്തകം നമുക്ക് 2 പേർക്കും ചേർന്നെഴുതാം. കാരണം ഞാനിവിടെ പറഞ്ഞാൽ എനിക്ക് വലിയ സ്വാധീനമുണ്ട്, ആളുകൾ അതിനെ സഹകരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ കളക്ട് ചെയ്ത പുസ്തകങ്ങളൊക്കെ ഡാറ്റകളുമായിട്ട് ഇങ്ങോട്ട് വരിക, ഞാൻ കളക്ട് ചെയ്തത് മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ എൻ്റെ വീട്ടിലിരുന്ന് ഇവിടെ നിന്ന് എഴുതിക്കോളൂ. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, പുസ്തകം സമഗ്രമാകുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഉസ്താദിനോട് വന്ന സംഭവം പറഞ്ഞു. അതിനോട് ശേഷം അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങൾ ഇതിന് തയ്യാറാകുന്നില്ല എങ്കിൽ, ആ വ്യക്തി എന്നോട് പിന്നീട് പറഞ്ഞു വീട്ടിൽ നിന്ന്, നിങ്ങളിതിന് തയ്യാറാകുന്നില്ല എങ്കിൽ ഞാനിത് പ്രശ്നമാക്കും, ഞാൻ പത്രസമ്മേളനം വിളിച്ച് ഞാനിത് വിഷയമാക്കും. ഒരു കോഴിക്കോട്ടുകാരൻ വന്ന് കാസർഗോഡിൻ്റെ ചരിത്രം എഴുതുന്നത് ശരിയല്ല. ഞാൻ CM ഉസ്താദിൻ്റെ അടുത്ത് വന്ന് സംഭവം പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, നിങ്ങളൊരിക്കലും സഹകരിക്കരുത്. ഇങ്ങനെ ഒരാളെ ഒപ്പം നമ്മൾ എഴുതുമ്പോൾ ആൾ പുസ്തകം പബ്ലിഷ് ചെയ്തു പോകും, നിങ്ങൾ ഇതുമായിട്ടൊരു ബന്ധവുമില്ല, സമൂഹം ഇത് വിശ്വസിക്കുകയില്ല, നിങ്ങളാണ് ഇത് എഴുതിയെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഇത് പബ്ലിഷ് ചെയ്യാം. ഏതായിരുന്നാലും പുസ്തകം സംഭവമായിട്ട് പബ്ലിഷ് ചെയ്തു വന്നു. ഇത് പ്രകാശിതമാകുന്ന ചടങ്ങിൽ ഇവർ നിരന്നിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വിജയം ആർത്ഥത്തിൽ മാത്രമല്ല പല ഭാഗങ്ങളിലേക്കും പിന്നെ ഇവരിൽപ്പെട്ടവരാണ് പുസ്തകം അതിൻ്റെ ആർക്കീവുകളിലേക്ക് അയച്ചു കൊടുത്തത്. ഉസ്താദിൻ്റെ ഒരു സപ്പോർട്ട് ഒരു വലിയൊരു പുസ്തകമായിട്ട് കാസർഗോഡ് മുസ്ലിം ചരിത്രം എന്നുള്ള അർത്ഥത്തിൽ, പൂർണ്ണ അർത്ഥത്തിലല്ലെങ്കിലും വലിയൊരു ഗൈഡായിട്ട് നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇതുപോലെ ഉസ്താദിൻ്റെ നമ്മുടെയൊക്കെ പുരോഗതിയിലെ വലിയൊരു ഗൈഡായിട്ട് എന്നും കൂടെ നടന്നിരുന്നു ഉസ്താദ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വളർന്നു വരുന്ന ഒരാളെ ഏതൊക്കെ അർത്ഥത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ഉസ്താദ് സ്വീകരിച്ചു. ഉസ്താദ് സ്വന്തം പിതാവിൻ്റെ പേരിൽ ഖാദി മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാരുടെ പേരിൽ ഒരു ട്രസ്റ്റ് സ്ഥാപിച്ച്
അവാർഡ് കൊടുക്കുന്ന ഒരു 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 സംവിധാനം. ഞാനന്ന് ഈ കലകളെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിരുന്നു. അന്ന് MIC വലിയൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. കാസി സി മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ ട്രസ്റ്റിൻ്റെ ആദ്യത്തെ അവാർഡ്, ഓർമ്മയാണെങ്കിൽ ആദ്യത്തെ അവാർഡ് ഉസ്താദ് എനിക്ക് സമർപ്പിക്കുന്നു. ഞാനൊന്നായതുകൊണ്ടല്ല, പക്ഷെ ഉസ്താദ് ഒരാളെ എങ്ങനെയൊക്കെ വളർത്താൻ പറ്റും. പിന്നെ ആ അവാർഡ് സംവിധാനം ഉസ്താദ് നിലനിർത്തി. തൊട്ടടുത്ത വർഷം കാസിമിക്കാന്ന് തോന്നുന്നുണ്ട്, ഇവിടെ റഹ്മത്തുള്ള കാസിമിക്ക്. തൊട്ടടുത്ത വർഷം നമ്മുടെ മേൽപ്പറമ്പ് ഖത്തീബ് ച അല്ലേ, കാദിയാർച്ച ഖത്തീബ് ച അല്ലേ, ഖത്തീബ് ച അവർക്ക് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം കല്ലട്ട അബ്ബാസ് ഹാജി അവർക്ക് കൊടുക്കുന്നുണ്ട് ഇതിൽ. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പ്രസ്ഥാനമായിരുന്നു ഉസ്താദ്. ശരിക്കും ഇത് നമ്മൾ ഉസ്താദിന് കൊടുക്കേണ്ടതാണ്, പക്ഷെ നമ്മളുടെ മൈൻഡ് അത്രമാത്രം വളരുന്നില്ല. അതുകൊണ്ട് ഉസ്താദ് നമുക്കിങ്ങനെ കാണിച്ചു തരാൻ ഒരു സമൂഹത്തെ എങ്ങനെയൊക്കെയാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത്. എല്ലാം സ്ഥാപിച്ചു, എല്ലാ മേഖലയും. എന്നിട്ട് ഒരു കുഞ്ഞിനെ പോലും വളർത്തി കൈപിടിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഓരോ പ്രോത്സാഹനങ്ങൾ, നേരത്തെ നമ്മുടെ ഇവിടെ സാധനങ്ങൾ വിതരണം ചെയ്തല്ലോ, ഓരോ പ്രോത്സാഹനങ്ങളാണ് ഒരു പക്ഷേ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വലിയ ഓപ്പണിങ്ങുകൾ നൽകുന്നത്. അതേസമയം ഉസ്താദിൻ്റെ വലിയ പ്രവർത്തനങ്ങളെ പരിഗണിച്ചുകൊണ്ട് നന്ദിയിൽ വെച്ച് ഉസ്താദിനൊരു ഷംസുലുലമ പുരസ്കാരം നൽകിയിരുന്നു അല്ലേ. വർഷങ്ങൾക്ക് മുമ്പ് നന്ദിയിൽ വെച്ച് CM ഉസ്താദിനൊരു 11,001 രൂപ ഉസ്താദിനൊരു ഒരു ഷംസുലുലമ പുരസ്കാരം നൽകപ്പെട്ടു. ഉസ്താദ് ഉടനെ തന്നെ അതിൽ 5,000 രൂപ സ്ഥാപനത്തിന് നൽകി, 5,000 രൂപ MICക്ക് നൽകി. ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു, അല്ല 1 റുപ്യ എവിടെ നഷ്ടപ്പെട്ടു പോയി. ഏതായിരുന്നാലും ഉസ്താദിൻ്റെ ഒരു ചിന്താലോകം എന്നും നമുക്ക് വലിയ ഊർജമാണ്. ഉസ്താദ് വഫാത്തായപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ജനുവിലായിരുന്നു, വലിയ ടെൻഷൻ. ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാകും ഉസ്താദ് സ്വപ്നത്തിൽ വന്നു. പൊതുയിടത്തിൽ പറയാൻ പറ്റാത്തതാണ്. ഉസ്താദ് ഇങ്ങനെ രക്തത്തിൽ കുളിച്ചിങ്ങനെ, ഉസ്താദിനോടൊപ്പമുള്ള ഒരാളായിരുന്നു നമ്മുടെ ഒരു ഇസ്മായിൽ ഉസ്താദ്, ഒരു ഹുദവി. ഉസ്താദിൻ്റെ എല്ലാ എഴുത്തുകളിലൊക്കെ കൂടെ ഉണ്ടായിരുന്നൊരു വ്യക്തി. ഉസ്താദിന് 2 കൈകളും 2 ഭാഗത്തും മറ്റൊരാളിങ്ങനെ ഉസ്താദിനെ സ്വന്തം കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ട്. ഞാൻ മുമ്പിൽ നിൽക്കുന്നുണ്ട്. രക്തത്തിൽ കുളിച്ചൊരു ഉസ്താദ് ഇങ്ങനെ വരികയാണ്. ഞാൻ ചോദിച്ചു, ഉസ്താദ് എന്താ പറ്റിയത്, ആരാണ് ചെയ്തത്? ഉസ്താദ് പറഞ്ഞു, 2 പേരാണ് ഇത് ചെയ്തത്. ഒരാളെ എനിക്കറിയാം, ഒരാളെ എനിക്കറിയില്ല. അയാളെ കണ്ടാൽ എനിക്ക് മനസ്സിലാകും. കോടതികൾ എന്ത് വിധി പറഞ്ഞാലും അതിൽ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം ഇത്രമാത്രം റിസൾട്ട് വന്നു. പക്ഷേ ഉസ്താദിനെ നെഞ്ചിലേറ്റിയ നമുക്ക് ഇത് മതി ഏറ്റവും വലിയ. കാരണം ഉസ്താദ് നമ്മോട് പറയാ, നമുക്ക് വിശ്വസിക്കാൻ ഉസ്താദ് എന്ന സാത്വികനായ കേരള മുസ്ലിം വിദ്യാഭ്യാസ മേഖലയിൽ നവോത്ഥാനം സൃഷ്ടിച്ചൊരു വലിയ മനുഷ്യൻ. ഉസ്താദ് അത് ചെയ്യില്ല, നമുക്ക് ഉറപ്പാണ്. ഉസ്താദിനെ നെഞ്ചിലേറ്റി ആ ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഉസ്താദ് മൈൻഡിൽ വന്ന് നമ്മോടേക്ക് പറഞ്ഞു തരികയാണ് എന്താണ് സംഭവിച്ചത് എന്ന്. നമുക്കത് മതി വിശ്വസിക്കാൻ, അതിലപ്പുറം ഒന്നും വേണ്ട. ഇത് ചിലരുമായിട്ട് ഞാൻ ഷെയർ ചെയ്തപ്പോൾ ചില ആളുകൾക്കൊക്കെ ഉസ്താദുമായിട്ട് വളരെ അടുപ്പുള്ള ചില ആളുകൾക്ക് സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വപ്നം നമ്മൾ ആഘോഷിക്കേണ്ട സാധനമല്ല, എന്നാലും വ്യക്തികൾക്കത് ഒരു ബോധ്യമാണ്. അത്രയേ ഉള്ളൂ. എനിക്കുള്ള ബോധ്യമാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ല, എനിക്കുള്ള ബോധ്യമാണ്. ഏതായിരുന്നാലും ഉസ്താദിൻ്റെ ചിന്ത ജീവിതകാലത്തേക്കാൾ സജീവമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് മരണത്തിന് ശേഷം. പക്ഷെ കേവലം ആ ഒരു മരണ ചർച്ചയും ചിന്തകളൊക്കെ ഒരു ഭാഗത്ത് നടന്നോട്ട്, പക്ഷെ അതിലപ്പുറത്തേക്ക് ഉസ്താദിൻ്റെ ഈ നിർമ്മാണാത്മകമായ ചിന്തകളെ എന്നും പ്രോജ്വലിച്ച് നിൽക്കാൻ എന്തൊക്കെ ചെയ്യണോ അത് നമ്മൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കണമെന്നാണ് എനിക്ക് അവസാനമായി പറയാനുള്ളത്. കേവലം നമ്മുടെ ചർച്ചകൾ പുതിയ തലമുറ CM ഉസ്താദ് എന്ന് കേൾക്കുമ്പോഴേക്ക് ആ ഒരു ചിന്തയിലേക്ക് പോകരുത്, ആ ഒരു മരണവും കാര്യവും ആ ഒരു ചർച്ചയിലേക്ക് മാത്രം ചുരുങ്ങരുത്. CM ഉസ്താദ് എന്ന് കേൾക്കുമ്പോഴേക്ക് കേരളത്തിലൊരു വിദ്യാഭ്യാസ വിപ്ലവത്തിന് നാന്ദി കുറിച്ചൊരു വലിയ ചിന്തകനായിട്ട് ആ ഒരു ചർച്ച മറുഭാഗത്ത് സജീവമായിട്ട് ഏതൊക്കെ അർത്ഥത്തിൽ നമുക്ക് നിലനിർത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ നമുക്ക് നിലനിർത്താൻ സാധിക്കണം. അത്തരം പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കണം. ഉസ്താദിൻ്റെ സ്മരണയെ നമ്മൾ നിരന്തരമായി നിലനിർത്തണം. ഉസ്താദിൻ്റെ ഗ്രന്ഥങ്ങൾ ഒരുപാട് സാധനം നമ്മൾ പിന്നീട് പബ്ലിഷ് ചെയ്തു, ഒരുപാട് 6 or 7 പുസ്തകങ്ങൾ പിന്നീട് നമ്മൾ പബ്ലിഷ് ചെയ്തു. ഇനിയും ഉസ്താദിൻ്റെ പുസ്തകങ്ങൾ മൊത്തം സമാഹരിച്ചുകൊണ്ട് ഒരു ബൃഹത്തായ ഒരു ഒറ്റവാളിയോ ഒക്കെ ആയിട്ട് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. കാരണം ഒരുപാട് സാധനങ്ങൾ ഇനിയും പുറത്ത് വരാനുണ്ട്. ഞാൻ തന്നെ ഒരുപാട് സാധനം ടൈപ്പ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഉസ്താദിൻ്റെ ചരിത്രരചനയൊക്കെ എഴുതി വെച്ചു, ഒരുപാട് ചരിത്ര സാധനങ്ങൾ, എത്ര പുസ്തകങ്ങൾ. അപ്പം ഇത്തരം സമൂഹത്തെ നിർമ്മിച്ച ആളുകളെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക.
ആ ഒരു ചിന്ത നിലനിർത്തലും വളരെ അനിവാര്യമാണ്. ഉസ്താദിൻ്റെ മെമ്മോറിയൽ ലെക്ചർ എന്നുള്ള പേരിൽ ഇമാദിൻ്റെ നേതൃത്വത്തിൽ 2 വർഷത്തിൽ കാസർഗോഡ് എവിടെയെങ്കിലും ഒരു പ്രത്യേക പ്രോഗ്രാമുകൾ നടക്കാറുണ്ട്. മെമ്മോറിയൽ ലെക്ചർ 2 വർഷത്തിൽ അല്ലേ 4ാമത്തെ മെമ്മോറിയൽ ലെക്ചർ നടക്കാൻ പോവാം. ഉസ്താദിൻ്റെ ചിന്തകളെ കേവലം ബയോഗ്രഫി പറയുന്നതിനപ്പുറത്തേക്ക് ഉസ്താദിൻ്റെ ചിന്തകളെ സമൂഹത്തിന് നിരന്തരം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്കൊക്കെ ചിന്തിക്കാം, കേരളത്തിലെ ഏറ്റവും ഇങ്ങനെ വെറൈറ്റി ആയിട്ട് വരുന്ന പണ്ഡിതന്മാർക്ക് ഒരു പ്രത്യേക ഉസ്താദിൻ്റെ പേരിൽ ഒരു അവാർഡൊക്കെ സ്ഥാപിക്കുകയാണെങ്കിൽ വലിയ പണം കൊടുക്കുക എന്നുള്ളതല്ല, ഒരു പ്രശസ്തി പത്രവും മാത്രം എന്തോ സാധനം മതി. പക്ഷേ സംഭവമായിട്ട് കേരളത്തിൽ ഒരു വെറൈറ്റി മേഖലയിലൂടെ വളർന്നു വരുന്ന വലിയ ബുദ്ധിരാക്ഷസന്മാർക്ക് ഉസ്താദിൻ്റെ പേരിൽ അതൊരു സ്മരണയാണ്. കാരണം ഉസ്താദിൻ്റെ പ്രവർത്തനത്തിലുള്ള വലിയൊരു അംഗീകാരമാണ്. ഉസ്താദിൻ്റെ സ്മരണകളെ ഏതൊക്കെ അർത്ഥത്തിൽ നമുക്ക് നിർത്താൻ പറ്റുമോ, നമുക്കതിൽ ആ മേഖലയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചിന്തിക്കണം. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചിന്ത വെക്കുകയാണ്. നമ്മൾ പണ്ട് മുതലേ ചിന്തിച്ച മറ്റൊന്നായിരുന്നു, ഉസ്താദിൻ്റെ ഒരുപാട് കൃതികളുണ്ട്, ഉസ്താദ് രചിച്ച കൃതികളുണ്ട്, ഉസ്താദിനെ കുറിച്ച് വന്ന രചനകളുണ്ട്, ഉസ്താദിൻ്റെ ഒരുപാട് നേരത്തെ പറഞ്ഞ അതുപോലെയുള്ള മാഗസിനുകളുണ്ട്, ഒരുപാട് ലേഖനങ്ങൾ. ഇതൊക്കെ പുതിയ അക്കാദമിക ലോകത്തിൻ്റെ ഒരു സോഴ്സായിട്ട് എന്നും ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആവണം, അല്ലെങ്കിൽ ഇതൊക്കെ നശിച്ചു പോകും. 5ഓളം പുതിയ ഗവേഷണങ്ങളും PhD ഈ മേഖലയിൽ നടക്കണം. ഇത് ഓൺലൈനിൽ അവൈലബിൾ ആവുന്ന CM ഉസ്താദിൻ്റെ കുറിച്ചുള്ള നല്ലൊരു ഒരു വെബ്സൈറ്റ് വലിയൊരു സ്വപ്നമായിരുന്നു. ഇപ്പോൾ ചില സുഹൃത്തുക്കൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഒരു പദ്ധതി അവാർഡ് ഇപ്പോൾ കേവലം നമ്മൾ ചുമ്മാ അവാർഡ് കൊടുക്കുന്നതാവരുത്. അതിന് നല്ലൊരു ഒരു പാനൽ, ഒരു കമ്മിറ്റി വേണം, കേരളത്തിലെ പ്രമുഖരായ ആളുകളെ ഉൾപ്പെടുത്തിയിട്ട്. എന്നിട്ട് അവർ ഒരു പ്രത്യേകമായൊരു ഡയറക്ഷനിൽ അന്വേഷിച്ചിട്ട് അവരുടെ ഇന്ന് അവാർഡ് പലരും വാരിക്കോരി കൊടുക്കുന്നുണ്ട്, ഇതിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകരുത്. കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ ആളുകളുടെ പാനൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് അവർ ആർക്ക് കൊടുക്കണമെന്ന് അന്വേഷിച്ച് കണ്ടെത്തണം, എന്നിട്ട് കൊടുക്കണം. എന്നാൽ കേരളത്തിലെ ശ്രദ്ധേയമായ ഒരു അവാർഡുകളുടെ കൂട്ടത്തിൽ ഈ സ്ഥാനം ആയി മാറും. അങ്ങനെ ആ ഒരു അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പോകാൻ പറ്റണം. ഇൻഷാ അല്ലാഹ് വർഷത്തിൽ തന്നെ ആവണമെന്നില്ല, 2 വർഷത്തിലായാൽ മതി. പക്ഷെ കൊടുക്കുന്ന നല്ല ഉഷാറായിട്ട് വെക്കുകയാണെങ്കിൽ വലിയൊരു ചിന്തയാണ്. ഇപ്പോൾ ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഉസ്താദിൻ്റെ ആ ഒരു നവോത്ഥാന ചിന്തകൾ സമൂഹത്തിന് നിരന്തരം പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ. നിങ്ങളുടെ ഈ ഒരു സംരംഭം ഏതായിരുന്നാലും അത് വലിയൊരു മാറ്റം സമൂഹത്തിലുണ്ടാക്കും. വളർന്നു വരുന്ന തലമുറയ്ക്ക് ഈ ചിന്തകൾ നമുക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. അള്ളാഹു ഇത് കബൂൽ ചെയ്യട്ടെ. നമ്മൾ പറഞ്ഞതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദിൻ്റെ ഹദ്റത്തിലേക്ക് ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം അള്ളാഹു നിരന്തരം എത്തിച്ചു കൊടുക്കട്ടെ. ഉസ്താദിൻ്റെ വൈജ്ഞാനികമായ സംഭാവനകളുടെ, ഉസ്താദിൻ്റെ ഖിദ്മത്തുകളുടെ, ഇസ്ലാമിന് വേണ്ടി ഉസ്താദ് ചെയ്ത ഒരുപാട് കഠിനാധ്വാനങ്ങൾ, അതിൻ്റെയൊക്കെ പ്രതിഫലം ഇരട്ടിയായിട്ട് അള്ളാഹു ആ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നാളെ അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അലൈക്കും വറഹ്മത്തുള്ളാഹി.